ലോകത്തിൽ ഒരു വിശ്വാസത്തിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ, ക്രിസ്തീയ വിശ്വാസത്തിന്. എന്താണെന്നറിയാം? എന്ത് കഴിക്കണമെന്ന് റൂളില്ല, എന്തും കഴിക്കാം, തിരിച്ച് കഴിക്കാതിരുന്നാൽ മതി. 2, എന്ത് ധരിക്കണമെന്ന് നിയമമില്ല, ധരിച്ചാൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആകെയുള്ള റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞാണ്, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ രാവിലെ വസ്ത്രം ധരിക്കുമ്പോൾ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയണം: എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരന്മാർക്ക് ഓൾറെഡി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിച്ച് അവർക്ക് ഒരു പുതിയ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഇത്രയുള്ളൂ റൂള്. സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന, അവരെല്ലാവരെയും ഇതെന്ത് വേഷം എന്ന് തോന്നിപ്പിക്കാത്ത, മര്യാദയുള്ള മാന്യതയുള്ള ഏത് വേഷവും നമുക്ക് ധരിക്കാം, ഏത് ആഹാരവും കഴിക്കാം. പന്നിയിറച്ചിയും കഴിക്കാം, പോത്തിറച്ചിയും കഴിക്കാം. കാരണം വായിലേക്ക് പോകുന്നതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. നോ റൂൾ. പഴയ നിയമത്തിൽ റൂൾ വെച്ച് നോക്കിയാൽ നമ്മുടെ താടി മീശ എല്ലാത്തിനും ഭയങ്കര നിയമങ്ങളാണ്, അങ്ങോട്ട് നോക്കണ്ട. പക്ഷെ കർത്താവിൻ്റെ പുതിയ നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തും കഴിക്കാം, എന്ത് വസ്ത്രവും ധരിക്കാം. പിന്നെ ഞായറാഴ്ച എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, എങ്ങനെ വർഷിപ്പ് സർവീസ് നടത്തണമെന്ന് പറയുന്നില്ല, കല്യാണം എങ്ങനെ നടത്തണമെന്ന് പറയുന്നില്ല, ശവസംസ്കാരം നടത്തണമെന്ന് പറയുന്നില്ല, കല്യാണം നടത്തുന്ന ഓർഡൈൻഡ് പാസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്നില്ല, ഉപദേശമാർ അവിടെ പോകണമെന്ന് പോലും പറയുന്നില്ല. പൗലോസോ പത്രോസോ ഏതെങ്കിലും കല്യാണം നടത്തിയതായി നമുക്ക് അറിവില്ല. ഞെട്ടിക്ക് എല്ലാവരും ഞെട്ടിയോ? ശവസംസ്കാരം നടത്താൻ നേരത്ത് പ്രസ്ബിറ്ററോ സെൻട്രൽ പാസ്റ്ററോ ഓവർസീറോ ഒന്നും പോയിട്ടില്ല. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു, പരിപാടി തീർന്നു. കർത്തൃമേശ ആര് കൊടുക്കണം, ആരെടുക്കണം, ഒന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. സ്നാനപ്പെടുത്തുമ്പോൾ ആര് സ്നാനപ്പെടുത്തണം, സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് പ്രസംഗിക്കുമ്പോൾ പറയേണ്ട വാക്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വഹ ഇല്ല. ഇങ്ങനെ എങ്ങനെയാ ഒരു വിശ്വാസം ലോകത്ത് നിലനിൽക്കുന്നത്? ഈ മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന കാര്യം, ഒരു നിയമം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഞങ്ങൾക്ക് ഇരിക്കാൻ നിയമം, കൈ കഴുകാൻ നിയമം, ഒരു റൂമിലേക്ക് കയറാൻ നിയമം, ടോയ്ലറ്റിൽ പോകാൻ വരെ അവർക്കൊരു ചൊല്ലുണ്ട്, അത് ചൊല്ലിയിട്ട് അത് കയറാൻ പറ്റുള്ളൂ. നമുക്ക് പോകണമെന്ന് പോലും നിയമമില്ല. അത്രയും പെർഫെക്റ്റാ, അതായത് അത്രയും ഫ്രീഡം. ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ വിചാരിച്ചിരിക്കും താഴ്ത്തി സമർപ്പിക്കുന്നവർക്കാണ് ദൈവം ഭയങ്കര ലോകത്തിലെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതെന്ന്. നോട്ട് അറ്റ് ഓൾ. മർക്കടമുഷ്ടിയുള്ള കഠിന ഹൃദയമുള്ള ഒരു ജനത്തിനാണ് ദൈവം എന്ത് കൊടുത്തത്? അനുഗ്രഹങ്ങൾ കൊടുത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ മനുഷ്യൻ പറഞ്ഞു വരുന്നത്? ശരിയാണ്, അനുസരണം ഇല്ലാത്തവരെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോക്ലേറ്റ് അല്ല പലതും ഓഫർ ചെയ്യേണ്ടി വരും. എന്നാലെങ്കിലും നീ ഒന്ന് അനുസരിക്കടാ എന്ന് പറയുമ്പം എന്നിട്ടും തെറ്റിപ്പോവും. അപ്പോൾ അടി കൊടുക്കും, തിരിച്ചു വന്നിട്ട് ചോക്ലേറ്റ് കൊടുക്കും, വീണ്ടും തെറ്റിപ്പോവും. ഇങ്ങനെ ഉഴപ്പന്മാരായ ദൈവത്തെ സ്നേഹിക്കാത്ത കഠിന ഹൃദയമുള്ള ജനത്തോട് ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, നീ ഇതൊക്കെ അനുസരിച്ചാൽ നിനക്ക് എന്ത് തരാം? ഈ ലോകത്ത് കുറേ അനുഗ്രഹങ്ങൾ തരാം. അപ്പോൾ വേറെ കുറേ ആൾക്കാർ പറയും, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, ഞങ്ങൾക്ക് ഉദ്ധാരണം വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഭേദ്യമേറ്റോളാം. കാരണം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു, നിനക്കൊരു ഉദ്ധാരണം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല. അവൻ്റെ ഉടമ്പടി പ്രകാരമുള്ളവർക്ക് ലോകപ്രകാരമുള്ള അനുഗ്രഹം ഉണ്ടെന്നുള്ള ഒരു വാഗ്ദത്വമോ ഉദാഹരണമോ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇല്ല. പിന്നെ നമ്മളെങ്ങനെ ഇങ്ങനത്തെ പ്രാർത്ഥനകൾ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർ വിശ്വസിക്കുന്ന പഴയ നിയമത്തിൽ മുഴുവൻ അനുഗ്രഹങ്ങളാണ്, പുതിയ നിയമമാകുമ്പോൾ എല്ലാം കഷ്ടപ്പാടാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടോ? സഹോദരങ്ങളെ, പുതിയ നിയമത്തെക്കാളും കഷ്ടപ്പാടാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കാര്യം. ഹാബേൽ, ഒരു പെർഫെക്റ്റ് യാഗം കഴിച്ച ഹാബേലിനെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ആ ദേശത്ത് കാണാനില്ല. എവിടെ പോയി? ചേട്ടൻ തല്ലിക്കൊന്നു. എന്ത് കിട്ടി അവന്? ഒരു വകയും ലോകത്തിന് കിട്ടിയില്ല. എന്നാൽ അവൻ്റെ രക്തം ഗുണകരമായി, നിഷ്കളങ്ക രക്തമായി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഗുണകരമായി കർത്താവിൻ്റെ രക്തം സംസാരിക്കും. പക്ഷെ ഹാബേലിൻ്റെ രക്തം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു അടയാളമാണ്. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യാഗം കർത്താവിൻ്റെ അടുത്ത് കഴിച്ച അന്ന് അയാൾ തട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയ ഫസ്റ്റ് യാഗത്തിൻ്റെ റിസൾട്ടാണ്. പിന്നെ ഹാനോക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി കുറേ നാൾ കർത്താവിൻ്റെ കൂടെ നടന്നു. കർത്താവിൻ്റെ കൂടെ നടന്നപ്പം കർത്താവ് അവനെ അങ്ങ് കൊണ്ടുപോയി.
എന്നാൽ പിന്നെ ഈ ലോകത്ത് നീ കുറച്ചുകൂടെ എൻജോയ് ചെയ്തോടാ എന്നും പറഞ്ഞ് കുറച്ച് വീടും പരിവാരവും കാറും ഒന്നും കൊടുത്തില്ല, ഇങ്ങ് പോരെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടങ്ങ് പോയി. ഇനി എബ്രഹാമിൻ്റെ കാര്യം വിചാരിച്ചാൽ നമുക്ക് ഇന്നലെ കണ്ട പോലെ എവിടെയൊക്കെയോ കിടന്ന് എന്താ പറയുന്നത്, ടെൻ്റ് അടിച്ച്, കനാൻ ദേശത്ത് ടെൻ്റ് അടിച്ച് മക്കളുടെ കൂടെ താമസിച്ച. ഇനി മോശയുടെ കാര്യം പറഞ്ഞാൽ ഒരു ജനതയെ മുഴുവൻ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയ മോശെ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആ കാലഘട്ടം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിച്ച 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ജനങ്ങളെ നടത്തിയ മോശെ കനാൻ ദേശവും കണ്ടില്ല, എവിടെയാ മരിച്ചതെന്നൊരു ബറിയൽ ഗ്രൗണ്ട് പോലും ഇല്ലാതെ, അഡ്രസ് ഇല്ലാതായിപ്പോയി. എവിടെ അനുഗ്രഹങ്ങൾ? എവിടെയാണ് സഹോദരങ്ങളെ അനുഗ്രഹങ്ങൾ? ഇനി നിങ്ങൾ പ്രവാചകന്മാരുടെ കാര്യം എടുത്ത് നോക്കിയേ. യിരെമ്യാവ്, യെശയ്യാവ്, ഹോശേ, ആമോസ്, ഒരൊറ്റ എണ്ണോ സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ല. ആരൊക്കെയോ കല്ലെറിഞ്ഞ് വഴിയിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന്, ഒരു പ്രവാചകനായ ഹോശയ്ക്ക് കിട്ടിയ ഭാര്യ, ആമോസ് കിടന്ന കിടപ്പ്, ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം പോലും പ്രോസ്പെരിറ്റി പഴയ നിയമത്തിൽ അനുഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതൊരു രാജാക്കന്മാരുടെ കഥയാണെങ്കിൽ ശരിയാ, രാജാധികാരത്തിന്റെ പേരിലുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നതാണ്. 6-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഫോം ഓഫ് ഡോക്ട്രിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ 6-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഒരു ഫോം, അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ഒരു രൂപം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു രൂപമുണ്ട്. ആ രൂപം അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഞാനത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഭാഗത്ത്, 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ കൂടെയുള്ളൊരു മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ പാപത്തിനുള്ള ശമനം എന്ന് പറയുന്നത് ഉപവാസം എടുക്കുന്നോ കരയുന്നോ നിലവിളിക്കുന്നോ ഒന്നുമല്ല. പിന്നെ എന്താണ്? മരിക്കുന്നതാണ്. നമുക്കൊരിക്കലും നമ്മുടെ ഈ ശരീരത്തെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ അഭ്യാസങ്ങൾ കൊണ്ടോ നന്നാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത്, ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, 6-ന്റെ 6 പറയുന്നത്, നിങ്ങൾ ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു എന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെ മരിച്ചവൻ, അടുത്ത വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇനി ഇത് വേദപുസ്തകം പറയുന്നൊരു കാര്യം, കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ക്രൂശിൽ മരിച്ചു എന്നാണ്. ഇതാണ് അപ്പോസ്തലിക് ഡോക്ട്രിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. വി ഡൈഡ്. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്യും? ക്രൂശിൽ മരിച്ചു. സത്യമായിട്ടും അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പഴയ മനുഷ്യൻ ക്രൂശിൽ മരിച്ചു എന്ന്? ഒന്ന് കണ്ണാടി എടുത്ത് നോക്കിയിട്ട് ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ, പഴയ മനുഷ്യൻ ക്രൂശിൽ മരിച്ചോ? അപ്പോൾ ആ കണ്ണാടിയിലെ പ്രതിബിംബം നിങ്ങളെ നോക്കി ചിരിക്കും, എവിടെ മരിച്ചു? അപ്പം പിന്നെ എപ്പം മരിപ്പിക്കും? നമ്മളെപ്പം മരിപ്പിക്കും? ഇന്നങ്ങ് മരിപ്പിച്ചാലോ? അങ്ങനെ മരിപ്പിക്കാനൊന്നും പറ്റില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പാസ്റ്റ് ടെൻസിലുള്ളൊരു പ്രസ്താവനയാണ്, അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. വി ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. അത് കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അന്ന് കർത്താവ് മരിച്ചപ്പോൾ, ഓൺ ദാറ്റ് ഡേ, നമ്മൾ ഇന്നലെ വൈകിട്ട് വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ, കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനാ ലിസ്റ്റിൽ ആരും ഉണ്ടായിരുന്നു? നമ്മളുണ്ടായിരുന്നു. അല്ല, ഞെട്ടിപ്പോയല്ലേ അത് കണ്ടിട്ട്? ഓ, അത്ഭുതകരം. ഞാനത് അങ്ങനെ ആ അർത്ഥത്തിൽ വായിച്ചു നോക്കിയപ്പം സംഗതി ശരിയാണല്ലോ. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ കർത്താവ് ക്രൂശിൽ മരിക്കുമ്പം എനിക്ക് വേണ്ടിയാണ്. എന്നോട് ഒരാൾ സുവിശേഷം പറയുകയാണ്, ചെയ്സേ നിനക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് പറയുമ്പം അത് റിയലാണ്. കാരണം ആ പേര് കർത്താവോട് കൊടുത്തിട്ടുണ്ട്, ഞാനതിനകത്തുണ്ട്. അതുകൊണ്ട് സുവിശേഷം കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് തുറക്കുക, ഓ ശരിയാണല്ലോ, ഞാനും അതിനകത്തുണ്ടല്ലോ.
അപ്പോൾ ക്രിസ്തു മരിച്ചപ്പം ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ കാണിച്ചു തന്ന ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു കവർ ഇരിപ്പുണ്ട്, ക്യാഷ് വല്ലതും ആണോ എന്താ ഈ കവറ് ഈ ബൈബിളിനകത്ത് നമ്മൾ വെച്ചു. ഓർമ്മയുണ്ട് ഇത്? ആർക്കും ഓർമ്മയുണ്ട് ആർക്കറിയാം, അറിയില്ല. ഈ ബൈബിൾ എവിടെ പോയാൽ ഈ കവറ ബൈബിളിലൂടെ പോകുമെന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ നമുക്ക് വേണ്ടി യാഗമർപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മളും അവൻ്റെ കൂടെ ക്രൂശിൽ മരിച്ചു എന്നാണ്. അതവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതുമാത്രമല്ല, അവനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നാണ്. അതായത് എഫേസ്യ ലേഖനം 2:6 പറയുന്നത് അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടൊപ്പം നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും സ്വർഗത്തിലായിരിക്കുന്നത്, നമ്മൾ ക്രൂശിൽ മരിക്കുകയും ചെയ്തു. ഇതൊക്കെ അപ്പോസ്തലിക ഉപദേശരൂപമാണ്. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ നിങ്ങൾ മരിച്ചവരാന്ന്? ഇനി കൊളോസി ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ഞാൻ വായിക്കാം. കൊളോസി ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമേ വസിക്കുന്ന എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അപ്പോൾ നമ്മുടെ ജഡശരീരം ഉരിഞ്ഞു പോയോ? കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചോ? അത് ലഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പം അത് ഓൾറെഡി ലഭിച്ചോ? ബൈബിൾ എന്താ പറയുന്നത്? ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും ചെയ്തു. മരിക്കുക മാത്രമല്ല, പിന്നെ നിങ്ങളെ കൊണ്ടുപോയി കുഴിച്ചിടുക. നിങ്ങളെ കുഴിച്ചിടൽ വരെ കഴിഞ്ഞതാ. കുഴിച്ചിട്ടു. ഇതൊക്കെ പറഞ്ഞു പോകാൻ ഭയങ്കര രസമായിരുന്നല്ലേ. പക്ഷേ നമ്മുടെ ഈ ലോകത്തിലെ അവയവങ്ങൾ, നമ്മൾ ഈ പഴയ ജഡം മരിച്ചോ? അടുത്ത് അവനോടൊപ്പം സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മൾ ഉയർത്തെഴുന്നേറ്റെന്ന് ഓൾറെഡി ഉയർത്തെഴുന്നേറ്റെന്ന് ബൈബിളിൽ 3 സ്ഥലത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 1 എഫേസ്യ ലേഖനം 2:6, 3 കൊളോസി ലേഖനം 2:12, 2-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം കൊളോസി ലേഖനം 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഓക്കെ. ഇനി 2:14-13 വായിക്കുമ്പോൾ അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്താലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ഈ വിക്ടറി, വിടുതൽ, വീണ്ടെടുപ്പ്, പാപമോചനം, പുനരുത്ഥാനം, യേശുവിനോടൊപ്പമുള്ള മരണം, ഇതെല്ലാം കഴിഞ്ഞതാണ്. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നേ? ഇനി ക്രിസ്തുവിൻ്റെ നീതിയുടെ അടിമകളായി നമ്മൾ മാറുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലിക ഉപദേശ രൂപത്തിൻ്റെ അടുത്ത ഭാഗം 2 കൊരിന്ത്യർ ലേഖനം 5:14 വായിച്ചു നോക്കിയേ. 2 കൊരിന്ത്യർ ലേഖനം 5:14. എങ്ങനെയാണ് നമ്മൾ നീതിമാന്മാരായി മാറുന്നത്, നീതിയുടെ ദാസന്മാരായി മാറുന്നത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ ലേഖനം 5:14. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്തിനു വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്നത്? അടുത്ത വാക്യം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പം ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയാണ് ക്രിസ്തുവിൻ്റെ ഇത്രയും വലിയ സ്നേഹം നമ്മളെ നീതിയിലേക്ക് നിർബന്ധിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നു, അനുസരണം എന്ന് പറയുന്നതും കൽപ്പനകളുടെ നിർബന്ധത്താലല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താലാണ്.
കൽപ്പനകളുടെ നിർബന്ധം എന്ന് പറയുന്നത് ശിക്ഷണത്തിലും ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ്. അതായത് നല്ലപോലെ കൽപ്പന അനുസരിച്ചാൽ ക്യാരറ്റ്, അനുസരിച്ചില്ലെങ്കിൽ അടി. ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഈ കൽപ്പനകളാൽ വരുന്നത്. സ്നേഹത്താൽ വരുന്നത് അങ്ങനെയല്ല. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് ആ വലിയ വ്യത്യാസം? ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളൊരു വീട്ടിലൊരു അപ്പൻ മകനോട് പറയാണ്, നീ ഈ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ആക്കിയിട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഉടനെ അപ്പനോട് പറയുക, എന്നെ കൊണ്ടങ്ങും വയ്യ എന്ന് പറയുകയും അപ്പൻ അവനെ നിർബന്ധിച്ച് അടിക്കുമെന്നും പുറത്താക്കും, വീടിന് പുറത്താക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ അനുസരിക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് എന്താ പറയാം? നരകത്തെ പേടിച്ച്, കർത്താവ് എങ്ങാനും ന്യായവിധി നടത്തി എന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ച് എന്നാൽ പിന്നെ അനുസരിച്ചേക്കാം എന്ന് പറയുന്ന ഭയത്തോടുള്ള അനുസരണം മക്കളുടേതല്ല, ദാസന്മാരുടേതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്? നരകത്തിൽ പോകുന്ന പേടിച്ചിട്ടാണോ? എല്ലാ തട്ടിപ്പും കാണിക്കാനുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, കടിച്ചു പിടിച്ചിരിക്കുക. കാരണം എന്താ? ദൈവം എങ്ങാനും നരകത്തിൽ വിടുമോയെന്ന് പേടിച്ച്. വിശുദ്ധീകരണം സംഭവിച്ചിട്ടുണ്ടോ? അത് കാണുമ്പോൾ അതിനോട് മോഹം, ഇത് കാണുമ്പോൾ ഇതിനോട് മോഹം, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. പാവം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. കാരണം എങ്ങാനും ചെയ്താൽ ദൈവം നരകത്തിൽ പറഞ്ഞു വിടും. ഇങ്ങനെ നരകത്തെ പേടിച്ച് ഒരു മനുഷ്യൻ മര്യാദയ്ക്ക് ഇരുന്നാൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടോ? വിശുദ്ധനായി മാറിയോ? നിന്നെ തല്ലും വീടിന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച അവൻ നേരെ ചൊവ്വേ അത് ചെയ്യുവോ? അവൻ്റെ അനുസരണം പെർഫെക്റ്റ് ആകുമോ? അതേസമയത്ത് അടുത്ത മകൻ അവിടെ തളർന്ന് കിടക്കുമെന്ന് വിചാരിച്ചോ? അവനോട് അപ്പൻ ഒന്നും പറയുന്നില്ല. അവനോട് അപ്പന് ഭയങ്കര സ്നേഹമാണ്. അവനത് അറിയാവുന്നതുകൊണ്ട് അവൻ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവമേ, എനിക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ, എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിതെല്ലാം ക്ലീനാക്കി ഇട്ടേക്കാമായിരുന്നു. ഇതിലാരാ നീതിമാൻ? ആരാ നീതിമാൻ? ഈ രണ്ടാമത്തവൻ അനുസരിച്ച് എന്തുകൊണ്ടാ? അപ്പൻ്റെ സ്നേഹം അവനെ നിർബന്ധിക്കുന്നു. അപ്പൊ നമ്മുടെ വിശുദ്ധീകരണം പൂർത്തിയാകുന്നത് ഭയത്താലല്ല, പിന്നെയോ സ്നേഹത്താലാണ്. അപ്പോൾ ശരിക്കുമുള്ള പുതിയ നിയമത്തിന്റെ ഒബീഡിയൻസ് ഒരിക്കലും ഭയത്താൽ നടക്കുകയില്ല. പിന്നെ എങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. തികഞ്ഞ സ്നേഹമാണ് ന്യായപ്രമാണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ സ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോഴേക്കും, അഗപ്പെ നമ്മളിലേക്ക് വന്ന് നിറയുമ്പോഴേക്കും നമ്മൾ എല്ലാ ന്യായപ്രമാണവും അനുസരിക്കുന്ന നീതിയുടെ അടിമകളായിട്ട് മാറും. ഇംപെർഫെക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിവുണ്ടായിരിക്കില്ല, ക്രൂശിൽ കിടക്കുമായിരിക്കും ആ കള്ളനെ പോലെ, ചിലപ്പം തളർന്ന് കിടക്കുമായിരിക്കും, എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടാവില്ല. പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കപ്പെടുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ അനുസരണമായി മാറുന്നു. ഇനി 1 യോഹന്നാൻ 2:5 വായിച്ചു നോക്കി. അതാണ് ക്ലൈമാക്സ്, ഈ അനുസരണത്തിന്റെ ക്ലൈമാക്സ്. വായിച്ചു നോക്കി. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായും തികഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൽപ്പന അനുസരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ അതിനർത്ഥം എന്താണ്? അവനിൽ എന്ത് തികഞ്ഞിട്ടുണ്ട്? പേടി തികഞ്ഞിട്ടുണ്ടോ? അല്ല, പിന്നെന്താ തികഞ്ഞേക്കുന്നേ? ദൈവത്തോടുള്ള സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ തികഞ്ഞിരിക്കുന്നു. അപ്പോൾ അനുസരണം എവിടെ നിന്ന് വരണമെന്നാണ് അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ക്രക്സ് ഓഫ് ദ മാറ്റർ. എവിടെ നിന്ന് വരണം? ക്രിസ്തു എനിക്കായി അവനെ തന്നെ തന്നുവെന്നും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ സ്വർഗത്തിൽ ഇരുത്തിയെന്നും അൺകണ്ടീഷണലായിട്ടുള്ള ഈ സ്നേഹം പാപിയായി എനിക്ക് അവൻ തന്നുവെന്നും അവൻ എനിക്ക് പകരം ഞാൻ കൊള്ളേണ്ട അടിയും കൊണ്ട് എനിക്ക് പകരം അവൻ ക്രൂശിൽ കിടന്നുവെന്നും അങ്ങനെ അവൻ എനിക്ക് പകരമായി അവൻ്റെ ദേഹമെന്ന തിരശീല കീറി അവനെ അത്ര ആഴമായി സ്നേഹിച്ച് അവനെ തന്നെ എനിക്ക് വിട്ടു തന്നുവെന്നും ഞാൻ ഓർക്കുമ്പോൾ, ആത്മാവിൽ ഓർക്കുമ്പോൾ, അല്ല ചുമ്മാ ഓർത്താൽ നമ്മൾ ഡ്രാമ പോലെ തോന്നുള്ളൂ, ആത്മാവിൽ അത് ഓർക്കുമ്പോൾ എനിക്ക് അവനോട് തോന്നുന്ന സ്നേഹമാണ് ശരിക്കും എന്നെ അനുസരിപ്പിക്കുന്നതും വിശദീകരിക്കുന്നതും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താലുള്ള നിർബന്ധത്തിലല്ല, നരക ഭയത്തിലുള്ള നിർബന്ധത്തിലാണ് എങ്കിൽ നിങ്ങളുടെ അനുസരണം വിശുദ്ധമല്ല, ഒരു പരാക്രമമാണ്. അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. കാരണം ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം നിങ്ങൾ എന്ത് ചെയ്തു തീർത്തു എന്നല്ല നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയം ആർക്കു വേണ്ടി ഞരങ്ങുന്നു എന്നാണ് നോക്കുന്നത്. ഇനി നമ്മുടെ വലിയൊരു ചോദ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്.
ഈ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നാത്തത്? വീണ്ടും വീണ്ടും അടിമനുഖത്തിൽ ഞാൻ കുടുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ദുർമനസാക്ഷി ഉണ്ടാകുന്നതും ഞാൻ ദൈവത്തിന് പറ്റിയ ആളല്ലെന്ന് എനിക്ക് പിന്നെയും തോന്നുന്നു എന്തുകൊണ്ടാണ്? ഞാൻ വീണ്ടും ജനിച്ചത് തന്നെയാണോ എന്നെനിക്ക് സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ ഉറപ്പും ധൈര്യവും വിശുദ്ധീകരണവും പ്രാപിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉത്തരം എന്താണെന്ന് ഇതിങ്ങനെയാണ്. നമ്മുടെ രക്ഷയുടെ ഫോക്കസ് കർത്താവിൽ നിന്ന് മാറി നമ്മിലേക്ക് ആകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, ഞാൻ അതിൻ്റെ കൂടെ ആ മരണത്തിൽ ഞാനും ഉണ്ടായിരുന്നു, അതിൻ്റെ പങ്കു ചോദിച്ചുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. തന്നെയുമല്ല, പൗലോസ് പറയുന്നത് എനിക്ക് ന്യായപ്രമാണത്തുള്ള എൻ്റെ സ്വന്തം നീതി വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്നത് അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ മരണത്തിനോടും പുനരുത്ഥാനത്തിനോടുള്ള ഐക്യം അതാ ചോദിക്കുന്നത്. അപ്പോൾ യേശുവിനോടുകൂടെ മരിച്ച് അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്ത് അവൻ എൻ്റെ ജീവനായി മാറുന്ന ആ ഒരു ലൈഫാണ് ഈ പുനരുത്ഥാന ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതം മുഴുവൻ യുക്തി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്, വിശ്വാസത്താലല്ല. ഞാൻ മരിച്ചു എന്നുള്ളത് ഞാൻ അനുഭവിക്കേണ്ടത് യുക്തിയിലല്ല, വിശ്വാസത്തിലാണ്. കാരണം നാം രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ അതിവിശുദ്ധ വിശ്വാസമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ നോക്കിക്കേ, നിങ്ങൾ മരിച്ചോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാഴ്ചയിൽ നോക്കിയാൽ, യുക്തിയിൽ നോക്കിയാൽ മരിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ജനിച്ചത് തന്നെ ഈ അടുത്ത ഇടയ്ക്കാണ്. യുക്തി വെച്ച് നോക്കിയാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ മരിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുപോലെ എൻ്റെ കാഴ്ച വെച്ച് നോക്കിയാൽ, എൻ്റെ പ്രവൃത്തികൾ വെച്ച് നോക്കിയാൽ ഞാൻ മരിച്ചതായി കാണുന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം റോമാലേഖനം 6-ാം അധ്യായത്തിൽ തന്നെയുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഞാൻ മരിച്ചവനാന്ന് എണ്ണിക്കൊണ്ടിരിക്കണം. എണ്ണ മറന്നുപോയാൽ എന്ത് സംഭവിക്കും? രാവിലെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ ഞാൻ മരിച്ചവനാന്നുള്ള കാര്യം മറന്നുപോയാൽ എന്ത് സംഭവിക്കും? വായിൽ വരുന്നതെല്ലാം പറയും. എന്നിട്ട് കുറേ കഴിയുമ്പം കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പറയും, കർത്താവേ ഞാൻ മരിച്ചവനാന്നുള്ള കാര്യം മറന്നുപോയേ, ഇനി ഞാൻ ഓർത്തോളാം എന്ന് പറയും. അങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ഒത്തിരി തോറ്റുപോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എന്തോ ഒരു അരിഷ്ട മനുഷ്യനാണ്, വഴക്കുണ്ടാക്കി ബഹളം വെച്ചിട്ട് പിന്നെ വന്നിട്ട് ഞാൻ മരിച്ചതാണേ എന്ന് പറഞ്ഞ് വല്ലതും നടക്കുമോ? ഒന്നും നടക്കില്ല. പിന്നെ പതുക്കെ നമുക്ക് തക്ക സമയത്ത് ഓർമ്മ വരാൻ തുടങ്ങും. കാരണം ഈ തക്ക സമയത്തുള്ള കൃപ എന്ന് പറയുന്ന ഒരു ഭയങ്കര കാര്യമാണ്. അത് നമുക്ക് ലഭിക്കാൻ തുടങ്ങും, അത് അനുഭവിക്കാൻ തുടങ്ങുമ്പം വഴക്കുണ്ടാകുന്ന ഒരു അന്തരീക്ഷം കാണുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഈ മരണം നമ്മൾ വിശ്വാസത്താൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തു അത്രയെന്നുള്ള ആ ഒരു ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പശ്ചാത്തലത്തിൽ ജയാളിയായി മാറിക്കഴിഞ്ഞു. പിന്നെ എന്നെ ഇടിച്ചാലോ കുത്തിയാലോ ചീത്ത പറഞ്ഞാലോ ഈ വിശ്വാസത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നിടത്തോളം എന്നിലൂടെ വരുന്നത് കർത്താവ് മാത്രമായിരിക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ എൻ്റെ കൺട്രോൾ പോവും. കാരണം ഞാൻ എൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. എൻ്റെ പ്രകൃതം മുഴുവൻ അങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല ഈ പറമ്പിലുള്ള ടച്ച് മീ നോട്ട് പ്ലാന്റുകളൊക്കെ മൈമോസ, അത് തൊട്ടാവാടികൾ, അതിനെ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങും. അതിൻ്റെ പ്രതികരണം സ്വാഭാവിക പ്രതികരണമാണ്. ഇപ്പോൾ നമുക്കൊരു സ്വാഭാവിക പ്രതികരണം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരുത്തൻ എന്നെ തല്ലാൻ വിളിച്ചിട്ട് കാരണക്കുറിച്ച് നോക്കി ഒരു അടി ഇങ്ങനെ വീശുമ്പോഴേക്കും ഞാൻ മാറുന്നത് എനിക്ക് കാരണം കാണിച്ചു കൊടുക്കണമെന്ന കർത്താവ് പറഞ്ഞേക്കുന്നില്ല. അപ്പം ഞാൻ മാറുന്നത് പാപമല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു റിഫ്ലെക്സ് റിയാക്ഷൻ ഉണ്ട്.
അല്ലേ? നേരെ കണ്ണിന് നേരെ ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറും. അത് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ പരിശ്രമമാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളെ അബ്യൂസ് ചെയ്യുകയോ നമ്മൾ ഇഷ്ടമില്ലാത്ത വർത്താനം പറയും ഇൻസൾട്ട് ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ നിന്നൊരു നാച്ചുറൽ പ്രതികരണമുണ്ട്. നമുക്ക് ആ പ്രതികരണം വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്. ആ നാച്ചുറൽ പ്രതികരണം പറയുന്നത് കൊടുക്കടാ അവൻ്റെ ഒരെണ്ണം എന്നാണ് പറയുക. കാരണം എൻ്റെ ജീവിതം സുഖമാകുന്നതിൽ അവൻ തടസ്സമാണ്. അതെൻ്റെ ബുദ്ധി ഒരു നിമിഷം കൊണ്ട് എൻ്റെ യുക്തി അത് അനലൈസ് ചെയ്ത് കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ചു പോകുന്നതെല്ലാം ആ യുക്തി കേട്ടുകൊണ്ടും ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ടും ആ പഴയ മനുഷ്യൻ്റെ റീസണിങ് വെച്ചാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് വരുന്ന അതാണ്. ശരിയാണോ ഞാൻ പറഞ്ഞ? ആദ്യം വരുന്ന അതാണ്. 100% ഉറപ്പാ. വിശ്വാസത്തിൻ്റെ ആദ്യകാലങ്ങളിലെങ്കിലും ആദ്യം വരുന്നത് ഈ ജഡമായിരിക്കും. ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞാലും ജഡമായിരിക്കും വരുന്നത്. അത് വളരാത്തതുകൊണ്ടാണ്. പിന്നെ കുറേ കഴിയുമ്പം നമുക്ക് എന്ത് പറയുന്നു, ഈ കർത്താവിൻ്റെ ജീവനാണല്ലോ ഞാൻ ജീവിക്കുന്നുള്ള ഓർമ്മ കുറച്ചുകൂടെ ഉണ്ടാവും. മെമ്മറിയിലാണ് അതൊക്കെ, മെമ്മറി. അപ്പോൾ ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ഞാൻ മരണത്തിന് ഏൽപ്പിക്കും. ഭൂമിയിലെ അവയവങ്ങളെ മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതല്ല. വിശ്വസിക്കുമ്പം ക്രിസ്തുവിൻ്റെ കൂടെയുള്ള മരണത്തിൻ്റെ ഷെയർ ഞാൻ എടുത്തു കഴിയുമ്പം എൻ്റെ അവയവങ്ങൾ മരിക്കും. വിശ്വാസത്താൽ കർത്താവ് നമുക്ക് തന്ന പുതിയ ജീവനാൽ ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഭൂസംബന്ധമായ അവയവങ്ങളുടെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് നേരിടും, പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം മറന്നു പോകും. കുറേ നേരം ആകുമ്പോൾ എന്നത് സംഭവിക്കുന്നത് ഒരു 5-10 പ്രാവശ്യം ഞാനിങ്ങനെ കർത്താവാണേ ഞാനല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം കുറേ കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഞാൻ എത്ര നേരമായി ഇങ്ങനെ അടി കൊള്ളുന്നത്? ഇത് യുക്തിയാണ്. യുക്തി എപ്പോഴും തിരിച്ചു വരും. ഏത് സമയവും യുക്തിക്ക് തിരിച്ചു വരാം. എത്ര പ്രാവശ്യം ഞാനല്ല കർത്താവാണെന്ന് പറഞ്ഞ് നീ അവൻ്റെ അടി കൊണ്ടത്? ഇനി ഇങ്ങനെ കൊണ്ടുകൊണ്ടിരുന്നാൽ അവൻ ഇനിയും നിന്നെ പിടിച്ചിടിക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് തിരിച്ച് 2 വർത്താനം പറ എന്ന് യുക്തി പറയും. അപ്പം ഞാൻ പിന്നെയും വിശ്വാസത്താൽ പിടിച്ചെടുക്കുന്ന എന്നെ തന്നെ എണ്ണും. എന്തെണ്ണും? ഞാൻ മരിച്ചവനാണ്. മരിച്ചവൻ ഇനി ഒരിക്കലും എഴുന്നേക്കാൻ പാടില്ല. ചത്തു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എഴുന്നേറ്റ് എല്ലാവരും ഉണ്ടോ എന്ന് നോക്കാൻ പറ്റത്തില്ല. അവൻ പെട്ടിക്കകത്ത് കിടത്തിയാൽ അവിടെ കിടക്കണം. തല ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അവനെ തിരിച്ചു കിടത്തേണ്ടി വരും. അപ്പോൾ പോയതാണ്. അപ്പോൾ നമുക്ക് 10 അടി കൊണ്ട് കഴിയുമ്പം മരിച്ചത് മതിയായി എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. കാരണം വൺസ് ഡൈഡ് ഫോർ എവർ. പക്ഷെ ഇതിനകത്തൊക്കെ വലിയൊരു ആശ്വാസം എന്താണെന്നറിയോ? നമ്മളിടയ്ക്ക് ഉരുണ്ട് വീഴുമെന്നും ഈ മരണമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നു, നമ്മൾ വെറും കുഞ്ഞുങ്ങളാണെന്നും നടക്കാൻ പഠിക്കാൻ പാടാന്നൊക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ട് അവൻ്റെ ആത്മാവുള്ള അവൻ്റെ മക്കളെ അവൻ അന്ത്യം വരെയും കൈപിടിച്ച് നടത്തുവാൻ, വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണ തലങ്ങളിൽ അവരെത്തുന്നവരെയും കൈവിടാതെ നടത്തുവാനും, അവർക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ പക്ഷപാതം ചെയ്യുവാനും ഈ മഹാപുരോഹിതൻ നമുക്ക് എന്നും ഉള്ളതിനാൽ നമുക്ക് ഈ വീഴ്ചകളാലൊന്നും ഒരു ദുർമനസാക്ഷി ഉണ്ടാകുന്നില്ല. കരഞ്ഞോണ്ട് എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് എന്നാൽ അപ്പാ ഞാൻ വീണപ്പാ എന്ന് പറയാനേ പറ്റുള്ളൂ. ബിക്കോസ് വി ആർ ചിൽഡ്രൻ. മക്കളെങ്കിലോ നമ്മൾ അവകാശികളുമാണ്. ആ ഒരു ആശ്വാസം നമുക്ക് ദൈവത്തിൻ്റെ പക്കൽ ഇല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നമ്മൾ അകന്നു പോയവരും നശിച്ചു പോയവരുമായി നമ്മളെ കണ്ടെത്തുകയും നമ്മൾ കർത്താവിൽ നിന്ന് അകന്നകന്നു പോവുകയും ചെയ്യും. എന്നാൽ കൃപയുടെ സിംഹാസനം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുമെന്നും അവൻ വഴിയിൽ എന്നെ ഇട്ടിട്ട് പോവുകയില്ലെന്നും എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ അവസാന നാളോളം തികയ്ക്കുമെന്നും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഒന്നിനാലും പതറിപ്പോകാതെ വീണ്ടും എഴുന്നേൽക്കുകയും വീണ്ടും നടക്കുകയും ചെയ്യും. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കും. പതുക്കെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ആ വിശ്വാസം എൻ്റെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് പതുക്കെ ചൂടാകാൻ പറ്റാതെയാകും. എനിക്ക് പതുക്കെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായി വിശ്വാസത്താൽ അവൻ എന്നിൽ വസിക്കാൻ തുടങ്ങും. പതുക്കെ എന്നെ കാണുന്നവർ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. ജീവജല നദികൾ എന്നിലൂടെ ഒഴുകാൻ തുടങ്ങും. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഉപദേശത്തെയാണ് നമ്മൾ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമൊക്കെ വീഴുന്നതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഒരു പക്ഷേ 50 വർഷമായിട്ട് പിന്നെ വീഴുവാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഞാൻ ഇപ്പോഴൊരു കുഞ്ഞാണ്, അപ്പോസ്തലിക ഉപദേശം കേൾക്കേണ്ട രീതിയിൽ കേട്ടാൽ ഞാൻ നന്നാവും കർത്താവേ എന്ന് പറഞ്ഞ് ആ ഉപദേശത്തിനടുത്തേക്ക് എന്നിട്ട് കർത്താവേ അവിടുത്തെ ആത്മാവ് എന്നെ പഠിപ്പിക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാലാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെയായി മാറുന്നത്. അതല്ലാതെ ധർമ്മോപദേശങ്ങളാലല്ല. ഇന്ന് മുഴുവൻ കേൾക്കുന്ന ധർമ്മോപദേശങ്ങളാണ്. ധർമ്മോപദേശങ്ങളാൽ നമുക്ക് നന്നാകാൻ പറ്റും, പക്ഷെ വിശുദ്ധരാകാൻ പറ്റില്ല.
എങ്ങനെയാണ് ധർമ്മോപദേശത്താൽ നന്നാകാൻ പറ്റുന്നത്? എനിക്ക് പല കളറുള്ള ഡ്രസ്സ് ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ. എനിക്കൊരാഗ്രഹമില്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ നിർബന്ധത്താൽ വെള്ള വസ്ത്രം ഇട്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, അത് വിശുദ്ധീകരണമൊന്നുമല്ല. അവൻ്റെ ഹൃദയത്തെ നോക്കുന്ന ദൈവം ഈ വെള്ള വസ്ത്രത്തെക്കാളും ഗുരുതരമായ മോഹങ്ങൾ അവൻ്റെ ഉള്ളിൽ കാണുമ്പോൾ അവൻ ഈ പുറമേ കാണിക്കുന്ന ഈ ആചാരങ്ങൾ കൊണ്ട് അവന് യാതൊരുവിധ പ്രയോജനവും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ശരിയായ വിശുദ്ധീകരണം കൽപ്പനകളാലല്ല വരുന്നത്, ഭയത്താലല്ല വരുന്നത്. നാം ഇനിയും ഭയപ്പെടേണ്ടതിന്, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന്, ജഡത്തോട് കടക്കാരാകേണ്ടതിന് നാം ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഉപദേശങ്ങളെല്ലാം ദാസ്യത്വത്തിന് തുല്യമായിട്ടാണ് ഗലാത്യ ലേഖനത്തിൽ കാണുന്നത്. ഇഫ് യു ആർ സ്റ്റിൽ അഫ്രൈഡ് ആസ് ടു വാട്ട് വിൽ ഹാപ്പൻ ടു യു, ഇഫ് യു ആർ അഫ്രൈഡ് വെദർ യു വിൽ ഗോ ടു ഹെൽ, നരകത്തിൽ പോകുമെന്നുള്ള പേടി കാരണം ഞാൻ മര്യാദയ്ക്ക് വിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു ആർ സ്റ്റിൽ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്, യു ആർ സ്റ്റിൽ എ സ്ലേവ്. പക്ഷേ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എന്തിൻ്റെ ആത്മാവാണ്? പുത്രത്വത്തിൻ്റെ ആത്മാവാണ്, അവകാശത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ കാണുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ മരിക്കുകയും അവൻ്റെ കൂടെ ഞാൻ പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തിരിക്കയാൽ ഞാൻ സ്വർഗത്തിലിരിക്കുന്ന ഒരാളായിരിക്കുകയാൽ അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, ഞാൻ ഈ നാട്ടുകാരനല്ലാതെ വരുമ്പോൾ ഇവിടെയുള്ള പെറ്റി സ്ക്വാബിൾസും വഴക്കിനകത്തൊന്നും എനിക്കൊരു താല്പര്യവും ഇല്ലാതെ വരും. ഇവിടെ കസേര കിട്ടിയോ, കസേര കംഫർട്ടബിൾ ആയിരുന്നോ, ബിരിയാണിയുടെ കൂടെ ചിക്കൻ്റെ പീസ് ആവശ്യത്തിന് കിട്ടിയോ, ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ വരും. കാരണം നമ്മൾ ഇന്നത്തെ വലിയ വലിയ വഴക്കുകളെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സംബന്ധിച്ചാണ്. വലിയ കാര്യമായാലും കുഞ്ഞു കാര്യമായാലും ചത്തുപോയവനെ സംബന്ധിച്ച് യാതൊരു പരാതിയുമില്ല. ഡൈഡ് ഫോർ എവർ. ഓക്കെ, ഈ മരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വാസത്താൽ പിടിച്ചെടുക്കുന്നത്. ഐ ബിലീവ്, ഐ ഡൈഡ്, ഐ കൗണ്ട്, ഐ ഡൈഡ്. അപ്പം എങ്ങനെ നമ്മൾ നീതിയുടെ അടിമകളാകുന്നത്? ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട്. നമ്മൾ വിശ്വാസത്താൽ അവൻ്റെ മരണത്തിൻ്റെ പങ്കാളിത്തവും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിത്തവും നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ നീതിയിലേക്ക് കടക്കുന്നത്. ഈ അപ്പോസ്തലിക ഉപദേശം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ എൻ്റെ പേരിനെ ചേർത്ത് റോമൻസ് എന്നോ ഹീബ്രൂസ് എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാക്യം പ്രതി വാക്യം ഈ വാക്യങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് വായിക്കാവുന്നതാണ്. അതല്ലെങ്കിലും റോമാലേഖനം പോലുള്ള അപ്പോസ്തലിക ലേഖനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേഖനങ്ങൾ. ഞാൻ എന്തുകൊണ്ടാണ് ഈ 2 ലേഖനങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായി നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും വിശദമായ പഠിപ്പിക്കലുകളുള്ള 2 ലേഖനങ്ങളാണ് റോമാലേഖനവും എബ്രായ ലേഖനവും. നിങ്ങളെല്ലാവരും അത് പഠിച്ചിരിക്കേണ്ടതാണ്, അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ മാർമിക രൂപം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ. ഓക്കെ, ഇനി ഈ ഒരു കാര്യം നമ്മൾ ഈ അപ്പോസ്തലിക ഉപദേശം എന്തുകൊണ്ട് പഠിക്കണം എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം, നമ്മുടെ യൗവനക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു പ്രതിഭാസം ഇന്ന് ലോകമെമ്പാടുമുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മക്കൾ പാട്ട് പാടുന്നത് കൊണ്ട്, നിങ്ങളുടെ മക്കൾ ചർച്ച് ഓഫ് ഗോഡല്ലേ YPEയിൽ ആക്റ്റീവ് ആയതുകൊണ്ട്, സൺഡേ സ്കൂളിലല്ല എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇന്ന് പല മക്കളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയ്ക്ക് അടുത്ത്, സ്ഥലം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, PYPയുടെ ഒരു ക്യാമ്പിൽ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ഞാനൊരു അപ്പോളജി പറയാനാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ലോകം നമുക്ക് അന്യമാണെന്നും ഈ ലോകത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുതെന്നും കർത്താവ് വേഗം വരുമെന്നും പോകാൻ തയ്യാറാകണമെന്നുമാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് എന്താണ് ഇന്നത്തെ തലമുറയോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? കർത്താവ് വരും, പോകാൻ റെഡിയാവണമെന്നാണോ? അല്ല. ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, പ്രാർത്ഥിക്കടാ നിൻ്റെ കാര്യം നടക്കാനെന്നാണ്. അതായത് നിനക്ക് പോകണ്ടേ, നിനക്ക് രക്ഷപ്പെടേണ്ടേ ജീവിതത്തിൽ, നീ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുമോ? നീ പോയി അധ്വാനിച്ച് സമ്പാദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ച നിന്നെ സഹായിക്കും. അപ്പോൾ ഇവൻ ആകെ കർത്താവിനെ നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയും പരീക്ഷ പാസ്സാവാൻ വേണ്ടിയും കൂട്ടുകാരുടെ മേലിൽ ജയിക്കാൻ വേണ്ടിയും റാങ്ക് കിട്ടാൻ വേണ്ടിയും ഒക്കെയാണ് ഇവൻ ദൈവത്തെ ആശ്രയിക്കുന്നത്. സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? അതൊന്നും മിക്കവാറും കിട്ടത്തില്ല പ്രാർത്ഥിച്ച.
ഇതൊന്നും പ്രാർത്ഥിച്ചാൽ കിട്ടാവുന്ന ഒരു വാഗ്ദത്വവും ബൈബിളിലില്ല. ഒരു വാഗ്ദത്വവും ബൈബിളിലില്ല. ബൈബിളിൽ ഒരിടത്തും ഒരു വാഗ്ദത്വമില്ല അവൻ്റെ ഉടമ്പടി പ്രകാരമുള്ളവർക്ക് ലോകപ്രകാരമുള്ള അനുഗ്രഹമുണ്ടെന്നുള്ള ഒരു വാഗ്ദത്വമോ ഉദാഹരണമോ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇല്ല. പിന്നെ നമ്മളെങ്ങനെ ഇങ്ങനത്തെ പ്രാർത്ഥനകൾ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർ വിശ്വസിക്കുന്ന പഴയ നിയമത്തിൽ മുഴുവൻ അനുഗ്രഹങ്ങളാണ്, പുതിയ നിയമമാകുമ്പോൾ എല്ലാം കഷ്ടപ്പാടാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടോ? സഹോദരങ്ങളെ, പുതിയ നിയമത്തെക്കാളും കഷ്ടപ്പാടാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കാര്യം. ഹാബേൽ, ഒരു പെർഫെക്റ്റ് യാഗം കഴിച്ച ഹാബേലിനെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ആ ദേശത്ത് കാണാനില്ല. എവിടെ പോയി? ചേട്ടൻ തല്ലിക്കൊന്നു. എന്ത് കിട്ടി അവന്? ഒരു വക ഈ ലോകത്തിന് കിട്ടിയില്ല. എന്നാൽ അവൻ്റെ രക്തം ഗുണകരമായി, നിഷ്കളങ്ക രക്തമായി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഗുണകരമായി കർത്താവിൻ്റെ രക്തം സംസാരിച്ചു. പക്ഷെ ഹാബേലിൻ്റെ രക്തം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു അടയാളമാണ്. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യാഗം കർത്താവിൻ്റെ അടുത്ത് കഴിച്ച അന്ന് അയാൾ തട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയ ഫസ്റ്റ് യാഗത്തിൻ്റെ റിസൾട്ടാണ്. പിന്നെ ഹാനോക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി കുറേ നാൾ കർത്താവിൻ്റെ കൂടെ നടന്നപ്പം കർത്താവ് അവനെ അങ്ങ് കൊണ്ടുപോയി. എന്നാൽ പിന്നെ ഈ ലോകത്ത് കുറച്ചുകൂടെ എൻജോയ് ചെയ്തോടാ എന്നും പറഞ്ഞ് കുറച്ച് വീടും പരിവാരവും കാറും ഒന്നും കൊടുത്തില്ല. ഇങ്ങ് പോരെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടങ്ങ് പോയി. ഇനി എബ്രഹാമിൻ്റെ കാര്യം വിചാരിച്ചാൽ നമുക്ക് ഇന്നലെ കണ്ട പോലെ എവിടെയൊക്കെയോ കിടന്ന് ടെൻ്റ് അടിച്ച് കനാൻ ദേശത്ത് ടെൻ്റ് അടിച്ച് മക്കളുടെ കൂടെ താമസിച്ച. ഇനി മോശയുടെ കാര്യം പറഞ്ഞാൽ ഒരു ജനതയെ മുഴുവൻ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയ മോശെ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആ കാലഘട്ടം മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിച്ച 40 വർഷക്കാലം മരുഭൂമിയിലൂടെ ജനങ്ങളെ നടത്തിയ മോശെ കനാൻ ദേശവും കണ്ടില്ല, എവിടെയാ മരിച്ചതെന്നൊരു ബറിയൽ ഗ്രൗണ്ട് പോലും ഇല്ലാതെ, അഡ്രസ് ഇല്ലാതായിപ്പോയി. എവിടെ അനുഗ്രഹങ്ങൾ? എവിടെയാണ് സഹോദരങ്ങളെ അനുഗ്രഹങ്ങൾ? ഇനി നിങ്ങൾ പ്രവാചകന്മാരുടെ കാര്യം എടുത്ത് നോക്കി. യിരെമ്യാവ്, യെശയ്യാവ്, ഹോശേ, ആമോസ്, ഒരൊറ്റ എണ്ണോ സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ല. ആരൊക്കെയോ കല്ലെറിഞ്ഞ് വഴിയിൽ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന്. ഒരു പ്രവാചകനായ ഹോശയ്ക്ക് കിട്ടിയ ഭാര്യ, ആമോസ് കിടന്ന കിടപ്പ്, ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം പോലും പ്രോസ്പെരിറ്റി പഴയ നിയമത്തിൽ അനുഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതൊരു രാജാക്കന്മാരുടെ കഥയാണെങ്കിൽ ശരിയാ, രാജാധികാരത്തിന്റെ പേരിലുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ എവിടെ നിന്നാണ് ഈ പ്രോമിസ് എല്ലാം കുത്തിപ്പൊയ്ക്കൊണ്ട് വന്നിരിക്കുന്നത് സഹോദരങ്ങളെ? അപ്പം പിന്നെ അനുഗ്രഹങ്ങൾ ആർക്കാ കിട്ടുന്നതെന്നറിയോ? മർക്കട മുഷ്ടിയുള്ള ഒരു ജനത്തിനാണ് ദൈവം അനുഗ്രഹം കൊടുക്കുന്നത്. ഏറ്റെടുത്ത ആ വിടുതലല്ല ഈ വിടുതൽ. നമ്മൾ വിചാരിച്ചിരിക്കും താഴ്ത്തി സമർപ്പിക്കുന്നവർക്കാണ് ദൈവം ഭയങ്കര ലോകത്തിലെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതെന്ന്. നോട്ട് അറ്റ് ഓൾ. മർക്കടമുഷ്ടിയുള്ള കഠിന ഹൃദയമുള്ള ഒരു ജനത്തിനാണ് ദൈവം എന്ത് കൊടുത്തത്? അനുഗ്രഹങ്ങൾ കൊടുത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ മനുഷ്യൻ പറഞ്ഞു വരുന്നത്? ശരിയാണ്, അനുസരണം ഇല്ലാത്തവരെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോക്ലേറ്റ് അല്ല പലതും ഓഫർ ചെയ്യേണ്ടി വരും. എന്നാലെങ്കിലും നീ ഒന്ന് അനുസരിക്കടാ എന്ന് പറയുമ്പം എന്നിട്ടും തെറ്റിപ്പോവും. അപ്പോൾ അടി കൊടുക്കും, തിരിച്ചു വന്നിട്ട് ചോക്ലേറ്റ് കൊടുക്കും, വീണ്ടും തെറ്റിപ്പോവും. ഇങ്ങനെ ഉഴപ്പന്മാരായ ദൈവത്തെ സ്നേഹിക്കാത്ത കഠിന ഹൃദയമുള്ള ജനത്തോട് ആവർത്തന പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, നീ ഇതൊക്കെ അനുസരിച്ചാൽ നിനക്ക് എന്ത് തരാം? ഈ ലോകത്ത് കുറേ അനുഗ്രഹങ്ങൾ തരാം. അപ്പോൾ വേറെ കുറേ ആൾക്കാർ പറയും, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ, ഞങ്ങൾക്ക് ഉദാഹരണം വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഭേദ്യമേറ്റോളാം. കാരണം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു, നിനക്കൊരു ഉദാഹരണം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞ ഒരു വാക്കാണ്. ഇതിപ്പം യൂട്യൂബിൽ വന്ന് എങ്ങനെയാവുമെന്ന് എനിക്കറിയാൻ മേല. എന്തേലും ആട്ടെ, കുംഭനാഡൈസേഷൻ എന്നൊരു പ്രയോഗം. ഇപ്പം ഞാൻ ചെയ്തെന്താ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞേ, ദൈവം ആദ്യത്തെ തലമുറയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വേണം എൻ്റെ പിന്നാലെ വരുന്നതിന്? അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് സമ്പത്തൊന്നും വേണ്ട, കർത്താവിൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അവിടെ മതി പ്രതിഫലം. എന്തായാലും ദൈവം നമ്മളെ സെറ്റിൽ ചെയ്യിപ്പിക്കും. തലമുറയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ടുള്ളതൊന്നും നമുക്കിപ്പോൾ ഉറപ്പില്ല, ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഞങ്ങൾ തന്ന് സെറ്റിൽ ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ലോകത്ത് വെച്ച് അനുഗ്രഹങ്ങളെ സെറ്റിൽ ചെയ്യുന്നതിനാണ് ഈ കുംഭനാഡൈസേഷൻ എന്ന് പറയുന്നതെന്ന്.
എനിക്കറിയത്തില്ല ആ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം. പക്ഷേ ദൈവം ഇവിടെ അല്ല നമ്മുടെ അനുഗ്രഹങ്ങൾ പുതിയ നിയമം അനുസരിച്ച് സെറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയാൽ നിങ്ങൾ സൂക്ഷിച്ചോ. അപ്പോൾ എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? എന്ത് ഫെയ്ത്താണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 94 ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ ഈ സാൽവേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു എൻജിനീയറിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും ഇത് കാണാൻ സാധിക്കും. കാരണം എനിക്ക് ശാസ്ത്രത്തിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ശാസ്ത്രം സത്യമാണെന്ന് വിശ്വസിക്കുകയും, സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശാസ്ത്രത്തിന് മാറ്റമൊക്കെ വരും, പക്ഷെ ഉള്ളതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ശാസ്ത്രമാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ശാസ്ത്ര പ്രസംഗം ഞാൻ കേട്ടപ്പോൾ ആ പ്രസംഗത്തിൽ ഒരു പ്രൊഫസർ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഒരു ഫിസിക്സ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഫസർ ഇങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഐസക് ന്യൂട്ടൺ ഉണ്ടായി. ഐസക് ന്യൂട്ടൺ വന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ആപ്പിൾ താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് പുള്ളി പറഞ്ഞു. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതും ഭൂമി എന്താണ് സൂര്യനിൽ പോയി വീഴാത്തതെന്നും തെറിച്ച് ദൂരോട്ട് പോകാത്തതെന്നും ഒക്കെ ഐസക് ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തു. വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളിയാൽ എന്തുകൊണ്ടാണ് വണ്ടി പോകാത്തതെന്ന് ഐസക് ന്യൂട്ടനാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മുമ്പോട്ട് ആഞ്ഞു വന്നു, വണ്ടിയൊന്നുമില്ല, എന്നാലും ഐസക് ന്യൂട്ടനാണ് അതിൻ്റെ തത്വം നമുക്ക് പറഞ്ഞു തന്നത്. വണ്ടി ഇല്ലാതിരുന്ന കാലത്ത് അത് കണ്ടുപിടിച്ച വലിയ കാര്യമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ വിചാരിച്ചു, ഈ പ്രൊഫസർ പറയുക, മനുഷ്യർ വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ഇനി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. കാരണം ഇതെല്ലാം മനസ്സിലായല്ലോ, കുറേ കാര്യങ്ങൾ മനസ്സിലായി. വണ്ടിക്കകത്തിന് തള്ളിയാൽ വണ്ടി എന്താണ് പോകാത്തതെന്നും ആപ്പിൾ എന്തുകൊണ്ടാണ് താഴോട്ട് വീഴുന്നതെന്നും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞപ്പം ശാസ്ത്രീയമായ യുക്തി കൊണ്ട് നമുക്ക് ലോകത്തിലുള്ള എന്ത് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാം, പ്രപഞ്ചം മുഴുവൻ കണ്ടുപിടിക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുകയും അവൻ ദൈവത്തെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ദൈവം ഒരിടത്തും ഇല്ലെന്നും, ഞങ്ങൾ സ്പേസിൽ പോയി നോക്കിയിട്ട് അവിടെയെങ്കിലും ദൈവത്തെ കണ്ടില്ലെന്നും, അതുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം വിശ്വസിക്കാനുള്ള ബാധ്യത യുക്തിയുള്ളവർക്കില്ലെന്നും, അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നവർ അതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്നും യുക്തിവാദികൾ പറഞ്ഞു. ദൈവ നിഷേധികളുണ്ടായി, പരിണാമവാദക്കാരുണ്ടായി, നിരീശ്വരവാദം പഠിപ്പിക്കുന്ന ഫിലോസഫീസ് ഉണ്ടായി, കമ്മ്യൂണിസം ഉണ്ടായി. അങ്ങനെ പലവിധമായ ഇസങ്ങളുണ്ടായി. ലോകത്തത് പെരുകി. അങ്ങനെ ഇരിക്കെ കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, പുള്ളി പറഞ്ഞ ആൾ വിശ്വാസിയൊന്നുമല്ല അവിടെ, പുള്ളി ഈ പ്രസംഗിച്ച ആൾ വിശ്വാസിയല്ല, പുള്ളി ഒരു ഹിന്ദു ആയിരുന്നു എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇത് സ്റ്റൈലായിട്ട് പറഞ്ഞ ഫിസിക്സ് ആൻഡ് ഫിലോസഫി. നമ്മൾ ദൈവം പറഞ്ഞു, ലെറ്റ് ദെയർ ബി ഡാർക്ക്നെസ് അഗെയിൻ, വീണ്ടും അന്ധകാരം ഉണ്ടാകട്ടെ, വ്യാപിക്കട്ടെ എന്ന് പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായി. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഐസക് ന്യൂട്ടൺ പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ അത് അബ്സല്യൂട്ട് അല്ല, ഇതൊന്നും അബ്സല്യൂട്ട് അല്ല, ഇങ്ങനെ തന്നെ ആകണമെന്ന് എല്ലായിടത്തും വെച്ച് ഉറപ്പില്ല. ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് അല്ലേ? ഇപ്പം ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുക, കൊണ്ടുവരെ നിർത്താതെ പോയി തോന്നുന്നു അല്ലേ? ഓക്കെ. നിങ്ങൾ അതേ സ്പീഡിൽ വേറൊരു വണ്ടിയിൽ കയറി പാരലായിട്ട് കിടക്കുന്ന ഒരു ട്രാക്കിൽ കൂടെ പോയാൽ ഈ വണ്ടി അനങ്ങാതെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. ശരിയല്ലേ? അപ്പം ഐൻസ്റ്റീൻ പറഞ്ഞു, പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഇങ്ങനെ ആവേശികമാണ്, ഒന്നിനെക്കുറിച്ച് അബ്സല്യൂട്ടായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഈ സൂര്യന് ചുറ്റും ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ ദൂരോട്ട് പോകാതെ വട്ടത്തിൽ. ഈ വട്ടത്തിൽ കറങ്ങാനുള്ള കാരണം ഗ്രാവിറ്റി ഒന്നുമല്ല. ശരിക്കും ഈ വലിയ സ്പേസിനകത്ത് നമ്മുടെ ഒരു കുളം പോലെയാണ്. ഈ കുളത്തിനകത്തോട്ടൊരു കല്ലിട്ടാൽ അതിന് ചുറ്റും ഇങ്ങനെ റിപ്പിൾസ് ഉണ്ടാകുന്ന പോലെ, തരംഗങ്ങൾ ഉണ്ടാകുന്ന പോലെ ഈ സ്പേസിനകത്ത് ഒരു മാറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇങ്ങനെ ഒരു ലൈൻസ് ഉണ്ടാവും. ആ ലൈൻസിലൂടെയാണ് ഈ ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത്, ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഇത് പുള്ളി പറയുക മാത്രമല്ല തെളിയിക്കുകയും ചെയ്തു. ആകെപ്പാടെ മൊത്തം കൺഫ്യൂഷനാക്കിയ ആളെയാണ് നമ്മൾ ഐൻസ്റ്റീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഐൻസ്റ്റീനോട് ചോദിച്ചു, അപ്പോൾ പിന്നെ സത്യം എങ്ങനെ അറിയും, അബ്സല്യൂട്ടായിട്ട് എങ്ങനെ അറിയും? അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഇതോടുകൂടി നമ്മുടെ ദൈവ അന്വേഷണം അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഈ പ്രസംഗം കേട്ടിട്ട് എന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പട്ടിയെ നോക്കി, പട്ടിയുടെ കാര്യമാണ് ഉറപ്പ്, പട്ടിയോ പൂച്ചയോ നോക്കിയിട്ട്, എടാ പൂച്ചേ ഇത് കണ്ടോ, ഇത് റെഡ് കാർപ്പറ്റാന്ന് പറഞ്ഞാൽ പൂച്ച ചിരിക്കുമെന്ന് പുള്ളി പറഞ്ഞ. കാരണം വെച്ചാൽ പൂച്ചയ്ക്ക് കളർ അറിയാൻ മേല, എന്ത് റെഡ്, എന്ത് ഗ്രീൻ, എന്ത് ബ്ലൂ, അതിൻ്റെ വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ പൂച്ചയോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചയ്ക്ക് അറിയാൻ മേല ഈ കാര്യങ്ങളൊന്നും, മനുഷ്യർക്കറിയാം. ഇനി മനുഷ്യരെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള വിഷനുള്ള ഒരു
ജീവി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചമൊന്നും ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. ശരിയല്ലേ? അപ്പം എന്താ സത്യം? ഇനി പാറ്റകളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഈ പാറ്റകൾ, ക്ഷുദ്രജീവികൾ, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അവർക്കറിയാം. നമുക്കറിയാൻ വയ്യാത്ത പല ഗുലുമാലുകളും ഈ ഒന്നും അറിയാത്ത മിണ്ടാപ്രാണികൾക്കറിയാം. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് മെസ്സാണെന്നാണ് ഈ പുള്ളി പറഞ്ഞു വരുന്നത്. ഞാൻ ഇതും കേട്ടോണ്ട് എൻ്റെ ഉള്ള ശാസ്ത്രവിശ്വാസവും പോയി. ഇത് എന്താണ് കഥ? നമ്മളിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഇതും കേട്ടോണ്ട് 1994 ഞാൻ KSRTC ബസ്സിൽ എൻ്റെ ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ ഈ കോൺഫറൻസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എൻ്റെ ദൈവമേ, എന്ത് പഠിച്ചാലും നമുക്ക് ഈ ന്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ വളരെ പ്രധാനം കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അത് വളരെ പ്രധാനമാണ്. എന്ത് പഠിച്ചാലും ഇതൊന്നും റിയൽ അല്ല. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ന്യൂട്ടൻ്റെ മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ഗലീലിയോയുടെ ന്യൂട്ടൻ്റെ ഒക്കെ മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊന്നും അല്ല. ഞാൻ യൗവനക്കാരോട് ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഏതാ ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അന്നത്തെ ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മൾ തലയും കുത്തി നിന്ന് ചിരിക്കും. കാരണം ഇന്നത്തെ ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മനസ്സിലായേ? അപ്പോൾ ന്യൂട്ടൻ്റെ കാലത്ത് അങ്ങനെ ചിന്തിച്ചു, ഐൻസ്റ്റീൻ്റെ കാലത്ത് ഇങ്ങനെ ചിന്തിച്ചു. ഇനി കുറേ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് അവസാനം കർത്താവ് എല്ലാം സൃഷ്ടിച്ചു തന്നെങ്ങാനും തെളിയിച്ചു കഴിഞ്ഞാൽ ഇത്രേ ആൾക്കാർ ഈ നൂറ്റാണ്ടുകളിൽ മുഴുവൻ മണ്ടന്മാരായി പോയില്ലേ? ഇതിൽ പഠിച്ച് PhD എടുത്തവനൊക്കെ തീർന്നില്ലേ അവൻ്റെ ജീവിതം? സമ്മതിച്ചോ? അപ്പം ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് ആലോചിക്കുക, ദൈവമേ, ഇത് വെറും വ്യർത്ഥമാണല്ലോ ഈ പരിപാടി. ഇത് പഠിച്ചിട്ട് എന്താ കാര്യം? 500 വർഷം കഴിഞ്ഞ് ഇവിടെ പഠിക്കാനിരിക്കുന്ന പിള്ളേർ 990 ഇങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്കാർ വിശ്വസിച്ചിരുന്നെന്നും പറഞ്ഞ് ചിരിക്കുമായിരിക്കും. അതിനു വേണ്ടി ജീവൻ കളയാൻ നമ്മളെന്തിനാണ് നടക്കുന്നത്? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആലോചന വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, പ്രപഞ്ചത്തിൽ മാറ്റം വരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ശരീരം, രൂപം എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. കാരണം ചില കാര്യങ്ങളിൽ അമേരിക്കയുടെ ഭരണഘടനയേക്കാളും നല്ലതാണ്. ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അമേരിക്കയിലെ രാഷ്ട്രീയക്കാരാണ് ജഡ്ജിമാരായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന വളരെ നല്ലൊരു ഭരണഘടനയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എത്രമാത്രം അമെൻഡ്മെൻറ്റുകളാണ് വന്നതെന്നറിയോ? ശരിയാകുന്നില്ല, പിന്നെ തിരുത്തി, ശരിയാകുന്നില്ല, പിന്നെ തിരുത്തി. ഈ ഭരണഘടന വന്നതിന് ശേഷം അനേകം പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പോരാ. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമം നോക്കിക്കഴിഞ്ഞാൽ ത്രേതായുഗത്തിൽ രാമൻ കറക്റ്റ് ആയിരുന്നിരിക്കാം, ആ രാജാവ് ശരിയായിരുന്നിരിക്കാം. ദ്വാപര യുഗത്തിൽ കൃഷ്ണൻ ശരിയായിരുന്നിരിക്കാം. ഈ ട്രൈബൽ ഏരിയയിൽ, ട്രൈബൽ കാലഘട്ടത്തിൽ മുഹമ്മദ് പറഞ്ഞത് ആ ട്രൈബൽ നിയമങ്ങൾക്ക് പറ്റിയതായിരിക്കാം. പക്ഷെ അന്നും ഇന്നും എന്നും ഒരിക്കലും മാറ്റം വരാത്തൊരു നിയമം ഉണ്ടോ? ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യേണ്ടാത്ത, അപ്ഗ്രേഡ് ചെയ്യേണ്ടാത്ത, ബെറ്റർ ആക്കാൻ പറ്റാത്ത, ഞാൻ അന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ബെറ്റർ ആക്കാൻ പറ്റാത്ത അബ്സല്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? പുതിയ നിയമത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി എന്ന് ഞാൻ പറഞ്ഞാൽ മാങ്ങാണ്ടി. അതിന് മാത്രം ഒരു മാറ്റവും ഇല്ല. സ്നേഹിക്കുക മരണം വരെ, ലാസ്റ്റ് മൊമെൻ്റ് വരെ. അതിനൊന്ന് ഇത്തിരി നന്നായിട്ടൊന്ന് പറഞ്ഞ് ആ നിയമത്തെ കുറച്ചുകൂടെ ബെറ്റർ ചെയ്തേ പറ്റുമോ? പറ്റില്ല. ക്ഷമിക്കുക മരണം വരെ. അതിനേക്കാൾ ബെറ്റർ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് BC 10,000-ലായാലും AD 2022-ലായാലും സ്നേഹത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് വേറൊരാൾക്ക് വേണ്ടി അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറയുന്നതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. അടുത്ത വാക്യം, തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പം അതാണ് പെർഫെക്ഷൻ. മാറ്റം വരുത്തേണ്ടാത്ത ഒരേ ഒരു കാര്യം. ആഹാര രീതികളിൽ മാറ്റം വരണം, ഭക്ഷ്യ രീതികളിൽ മാറ്റം വരണം, നമ്മളെ നയിക്കുന്ന സമൂഹത്തിൻ്റെ നിയമങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ പ്രേമിക്കണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് പ്രേമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇതൊരു സാർവത്രിക പ്രതിഭാസമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ജഡത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ അപ്പിയറൻസ് അങ്ങ് മതി, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കും, അതിവേഗം. നിങ്ങൾക്കറിയാമോ, ഇനി ഈ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ, ഒരു 10-25 വർഷം കഴിയുമ്പം, ഒരു 10-18 വയസ്സായിട്ടും എൻ്റെ മകന് ഒരു എന്താ പറയുന്ന ഒരു ലൈൻ എന്നാണല്ലോ നമ്മുടെ പുതിയ ഭാഷ, ഒരു പ്രണയമില്ലെങ്കിൽ അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.
പാസ്റ്ററെ, അവന് 18 വയസ്സായിട്ടും അവൻ ഇന്നേ വരെ ഒരു പ്രേമം അവനില്ല, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം എന്നറിയോ? ഈ ഹോമോസെക്ഷുവാലിറ്റി വർദ്ധിച്ചു വരുന്നതുകൊണ്ട്, അത് ലീഗലായതുകൊണ്ട്. ഇനി ഇവനെങ്ങാനും അങ്ങനത്തെ വല്ല കുഴപ്പമുണ്ടോ? അതിവേഗം ആ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഈ 2 പുരുഷന്മാർ കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ, സ്ത്രീകൾ കൈപിടിച്ച് നടത്താൻ 2 പുരുഷന്മാർ കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം ഇവൻ എന്തോ പ്രശ്നക്കാരനാണെന്നാണ് അപ്പം തന്നെ അത് സമൂഹം വിലയിരുന്നത്. അപ്പം അത്ര ഫാസ്റ്റാണ്. ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് പറഞ്ഞൊന്ന് നമ്മളൊന്ന് ചിരിച്ചതേ കണ്ടോ ഇന്നത്തെ കാലം പോയ പോക്കെന്നൊക്കെ ഒരു കമൻ്റ് അടിച്ചിട്ട് നമ്മൾ പോവായിരിക്കും. ബട്ട് ദ അതർ കേസ് ഈസ് മോർ സീരിയസ്. അപ്പം അങ്ങനെ വരുമ്പം ഈ മാതാപിതാക്കൾക്ക് ഒരു ആങ്സൈറ്റി ആയിരിക്കും. ഇതാ ഇത്ര പെട്ടെന്നാണ് കാലം മാറിപ്പോകുന്നത്. സഹോദരങ്ങളെ, ഏത് കാലം മാറിയാലും ഈ ബൈബിളിൽ ഒരു നിയമത്തിന് പോലും ഒരിക്കലും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. ഞാനിത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഞാനൊരു വേദവസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടല്ല ഇത് പറയുന്നത്. ബൈബിളിലെ നിയമം അനുസരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ആർക്കും, പുതിയ നിയമം അനുസരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ആർക്കും നമ്മളെ തടവിലിടാൻ പറ്റില്ല, ശിക്ഷിക്കാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ അവനോട് അകപ്പയുണ്ട്, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവൻ നിന്നെ അടിച്ചപ്പോൾ നീ തിരിച്ചടിച്ചില്ല, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നീതിയുടെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാ രാജ്യത്തിൻ്റെയും എല്ലാ നീതി നിയമങ്ങളും അനുസരിക്കുന്നവരാണ്. നീതി നിയമങ്ങൾ, മതനിയമങ്ങളല്ല. അപ്പോൾ ലോകത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ പ്രമാണങ്ങളുടെയും മുകളിൽ ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതിന് ഇതിനേക്കാളും വലിയൊരു തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം ലോകത്തിൽ ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മുടെ നീതിയെ വിധിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. ആത്മാവിലുള്ളവനെ വിധിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ക്രിസ്ത്യൻ റൈച്ചസ്നെസ് അല്ലെങ്കിൽ ദൈവിക നീതി എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഈ ക്രിസ്തുവിൻ്റെ നീതിക്കകത്ത്. മറ്റു മതങ്ങളിൽ നിന്നെല്ലാം ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ ആ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്, ഹൗ ആർ വി സോ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ലോകത്തിൽ ഒരു വിശ്വാസത്തിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ, ക്രിസ്തീയ വിശ്വാസത്തിന്. എന്താണെന്നറിയാം? എന്ത് കഴിക്കണമെന്ന് റൂളില്ല, എന്തും കഴിക്കാം, തിരിച്ച് കഴിക്കാതിരുന്നാൽ മതി. 2, എന്ത് ധരിക്കണമെന്ന് നിയമമില്ല, ധരിച്ചാൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആകെയുള്ള റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞാണ്, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ രാവിലെ വസ്ത്രം ധരിക്കുമ്പോൾ കണ്ണാടിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയണം, എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരന്മാർക്ക് ഓൾറെഡി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിച്ച് അവർക്കൊരു പുതിയ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഇത്രയുള്ളൂ റൂള്. സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന, അവരെല്ലാവരെയും ഇതെന്ത് വേഷം എന്ന് തോന്നിപ്പിക്കാത്ത, മര്യാദയുള്ള മാന്യതയുള്ള ഏത് വേഷവും നമുക്ക് ധരിക്കാം, ഏത് ആഹാരവും കഴിക്കാം. പന്നിയിറച്ചിയും കഴിക്കാം, പോത്തിറച്ചിയും കഴിക്കാം. കാരണം വായിലേക്ക് പോകുന്നതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. നോ റൂൾ. പഴയ നിയമത്തിൽ റൂൾ വെച്ച് നോക്കിയാൽ നമ്മുടെ താടി മീശ എല്ലാത്തിനും ഭയങ്കര നിയമങ്ങളാണ്, അങ്ങോട്ട് നോക്കണ്ട. പക്ഷെ കർത്താവിൻ്റെ പുതിയ നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തും കഴിക്കാം, എന്ത് വസ്ത്രവും ധരിക്കാം. പിന്നെ ഞായറാഴ്ച എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, എങ്ങനെ വർഷിപ്പ് സർവീസ് നടത്തണമെന്ന് പറയുന്നില്ല, കല്യാണം എങ്ങനെ നടത്തണമെന്ന് പറയുന്നില്ല, ശവസംസ്കാരം നടത്തണമെന്ന് പറയുന്നില്ല, കല്യാണം നടത്തുന്ന ഓർഡൈൻഡ് പാസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്നില്ല, ഉപദേശമാർ അവിടെ പോകണമെന്ന് പോലും പറയുന്നില്ല. പൗലോസോ പത്രോസോ ഏതെങ്കിലും കല്യാണം നടത്തിയതായി നമുക്ക് അറിവില്ല. ഞെട്ടിക്ക് എല്ലാവരും ഞെട്ടിയോ? ശവസംസ്കാരം നടത്താൻ നേരത്ത് പ്രസ്ബിറ്ററോ സെൻട്രൽ പാസ്റ്ററോ ഓവർസീറോ ഒന്നും പോയിട്ടില്ല. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു, പരിപാടി തീർന്നു. കർത്തൃമേശ ആര് കൊടുക്കണം, ആരെടുക്കണം, ഒന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. സ്നാനപ്പെടുത്തുമ്പോൾ ആര് സ്നാനപ്പെടുത്തണം, സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് പ്രസംഗിക്കുമ്പോൾ പറയേണ്ട വാക്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വഹ ഇല്ല. ഇങ്ങനെ എങ്ങനെയാണ് ഒരു വിശ്വാസം ലോകത്ത് നിലനിൽക്കുന്നത്? ഈ മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന കാര്യം, ഒരു നിയമമില്ലാതെ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഞങ്ങൾക്ക് ഇരിക്കാൻ നിയമം, കൈ കഴുകാൻ നിയമം, ഒരു റൂമിലേക്ക് കയറാൻ നിയമം, ടോയ്ലറ്റിൽ പോകാൻ വരെ അവർക്കൊരു ചൊല്ലുണ്ട്, അത് ചൊല്ലിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. നമുക്ക് പോകണമെന്ന് പോലും നിയമമില്ല. അത്രയും പെർഫെക്റ്റാ, അതായത് അത്രയും ഫ്രീഡം.
ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പിന്നെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അടിമകളായി ഇരിക്കുന്നത് നമ്മുടെ കുഴപ്പമാണ്. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്രയും ഫ്രീ ആയിട്ടൊരു വിശ്വാസം ഉണ്ടാക്കിയിട്ട് കർത്താവ് സൃഷ്ടിക്കുന്ന ആരെയെന്നറിയോ? അകത്തുനിന്നുള്ള സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ സകലരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഈ ലോകത്തോട് അനുരൂപരല്ലാത്ത അവൻ്റെ വിശുദ്ധരായ ഒരു കൂട്ടം ജനം കർത്താവിൻ്റെ സാക്ഷികളായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സമൂഹം മനസ്സിലാക്കണം എന്താണ് വിശ്വാസം, എന്താണ് നീതി, എന്താണ് സ്നേഹം, ആരാണ് കർത്താവ്. ഓക്കെ. ഞാൻ ഈ നിയമമില്ലായ്മ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ അത്ഭുതപ്പെടുത്തിയില്ലേ ഇപ്പോൾ അത്? അപ്പോൾ നമ്മൾ പറയേ ഈ സ്നാനപ്പെടുത്താനൊക്കെ പ്രസ്ബിറ്റർ സെൻട്രൽ പാസ്റ്ററൊക്കെ വേണം എന്ന് പറയുമ്പം അതെന്തിനാ അങ്ങനെ? ബൈബിളിൽ അങ്ങനെ ഇല്ലെന്ന് പറയുമ്പോൾ അതെല്ലാം സകലതും ഉചിതവും ക്രമമായി നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. അത് വെച്ചാണ് നമ്മളിങ്ങനെ ഓരോ സിസ്റ്റങ്ങളും വ്യവസ്ഥകളും പൗരോഹിത്യമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ 7 എൽഡർമാരുണ്ട്. ഇവരിൽ ആര് വേണമെങ്കിലും സ്നാനപ്പെടുത്തും, ആര് വേണമെങ്കിലും കർത്തൃമേശെടുക്കും. ആരാണോ ആ സമയത്ത് അവിടെ ഉള്ളത് അവർ അത് ചെയ്തിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ബൈബിളിലെ ഏതെങ്കിലും പ്രമാണത്തിൽ ലംഘിക്കുന്നുണ്ടോ? ഇല്ല. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പഴയ ചർച്ച വന്ന് തന്നെ ഇത് പറയണം അല്ലേ? ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ യൗവനക്കാർക്ക് യേശു ക്രിസ്തു അവരുടെ ജീവനായി മാറിയാൽ ഈ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇതിപ്പോൾ ഈ യൂട്യൂബ് ലൈവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ തടസ്സം. സത്യം പറഞ്ഞു എനിക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഞാൻ വായിൽ വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അവരിത് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഈ കേരളത്തിൽ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച്, യൗവനക്കാർ വഹിക്കേണ്ട സാക്ഷ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു കുട്ടി, ഒരു മോള് എറണാകുളത്തൊരു കോളേജിൽ പഠിക്കുകയാണ്. അവിടെ അവർക്ക് സെമിനാറുകൾ നടത്താൻ വേണ്ടി വെളിയിൽ നിന്ന് ആളുകൾ വരും. ഇവരെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? നിങ്ങളൊരു സ്ത്രീയായി ജനിച്ചു എന്ന് വിചാരിച്ച് സ്ത്രീയായി ജീവിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് പുരുഷനായിട്ട് ജീവിക്കാം. ഞാൻ ആ സെമിനാറിന് പ്രസംഗിക്കുന്ന ആ പ്രസംഗം കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. വലിയ പ്രൊഫസേഴ്സ് വന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങളൊരു പുരുഷനായി ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട. അത് തീരുമാനിക്കുന്ന നമ്മുടെ അവകാശമാണ്. സമൂഹം പോകുന്ന പോക്കാ. അപ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 2-3 സെമിനാർ നടന്നപ്പോൾ എല്ലാവരും ഇതാ പറഞ്ഞത്. അപ്പോൾ മറുവശത്ത് ഒരു സ്ത്രീയായി ജനിച്ചതിൽ അഭിമാനിക്കുന്ന എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ, എൻ്റെ സൈഡിൽ നിന്നൊരു വ്യൂ പ്രസൻറ്റ് ചെയ്യാൻ എന്താണ് പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെ കളിയാക്കിക്കൊണ്ട് പറയാം, നിങ്ങളേതോ മതത്തിൻ്റെ പിടിയിലാണെന്ന്. ഈ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവമാണ്. നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞാണ്, പണ്ട് കാലത്തൊക്കെ അമേരിക്കയിലേക്ക് ആൾക്കാർ പോകുമ്പം അപ്പനന്മാരിവിടുന്ന് പ്രാർത്ഥിക്കും, പോയിട്ട് വരുമ്പം കർത്താവേ ഒരു മദാമയെ കെട്ടിക്കൊണ്ട് വരല്ലേ. അന്നതായിരുന്നു വലിയ, നിൻ്റെ മോൻ കണ്ട അവിടെ നിന്നൊരു മദാമയെ കെട്ടിക്കൊണ്ട് വരും ഇതായിരുന്നു ആൾക്കാർ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾക്കാർ പറയുന്നത്, എൻ്റെ കർത്താവേ അവനൊരു ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദിസ് ഈസ് മൈ പാർട്ട്ണർ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? നമ്മുടെ ഹൃദയം തകർന്നു പോലെ. അടുത്ത തലമുറയെ നമ്മൾ എങ്ങനെ നേരിടുമെന്നുള്ളതിനെ ഈ തലമുറ നമ്മുടെ ചുറ്റും വന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇതിനെ നേരിടുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അവർക്ക് ആകെ കിട്ടിയിരിക്കുന്ന വിശ്വാസം എന്താണെന്നറിയോ? കർത്താവ് നിങ്ങൾക്ക് വിസ ശരിയാക്കി തരും. ഈ അപകടകരമായ പോക്കിന് തടയിടണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി പത്യോപദേശത്തിൽ അവരെ പോറ്റി വളർത്തണം. അതാണ് പുതിയ നിയമത്തിൻ്റെ റൂൾ എന്ന് പറയുന്നത്.
കുഞ്ഞുങ്ങളെ എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്? അവരെ വഴക്ക് പറഞ്ഞും തല്ലിയുമല്ല. അപ്പനമാരല്ല ഇപ്പം എന്നെ എങ്ങനെ നോക്കും? ഈ പുതിയ നിയമത്തിലെ പാരൻറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? തല്ലിയ ശരിയാവില്ല. അവർക്ക് ന്യായപ്രമാണത്തിനപ്പുറത്ത് ക്രിസ്തുവിനെ മനസ്സിലാകുന്നവരെ വേണമെങ്കിൽ ഒന്ന് മുട്ടോ തട്ടോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇതിനകത്തുള്ളൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ നിയമകാലത്ത് തല്ലിയേ പറ്റുമായിരുന്നുള്ളൂ. അത് ബൈബിളിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ബോഷൻ്റെ മറ്റേ പിള്ളേരെ വടിയെ കൊടുത്ത് അടിച്ചില്ലെങ്കിൽ അവരെ നിങ്ങൾ നശിപ്പിക്കുക എന്നൊക്കെ ബൈബിളിൽ പലയിടത്തുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലെ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പം വടിയുടെ കാര്യം പറയുന്നില്ല. പിന്നെ എന്താ പറയുന്നതെന്നറിയോ? അവരെ ദേഷ്യം പിടിപ്പിക്കരുത്. അങ്ങനെയാ അവരെ ദേഷ്യം പിടിപ്പിക്കരുത്. ബാലശിക്ഷ എന്നുള്ള മലയാളത്തിലെ വാക്കാണ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ട്രെയിൻ ദം അപ്പ് എന്നാണ്. ഈ ട്രെയിനിങ് എന്നുള്ള വാക്കിനാണ് നമ്മൾ ബാലശിക്ഷ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ശിക്ഷയല്ല, ശിക്ഷണമാണ്, ട്രെയിനിങ് ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാമേ ആ വാക്യം. എഫ് ലേഖനം, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, അടിക്കാനുള്ള അവസരം ഞാൻ തരാം. എവിടെയാണ് അടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഒരു സമാധാനം ആയിക്കോളൂ. എഫ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 4-ാം വാക്യം. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. ഇതെല്ലാം മൈൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഈ കൽപ്പന, നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും. ഈ പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മോപദേശം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വ്യത്യാസം എന്താന്ന്? പഥ്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ട്രിൻസ് ആണ്. ഡോക്ട്രിൻസ്, അതായത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളിനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ഇതാണ് പഥ്യോപദേശം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് ആണ്. ധർമ്മോപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധർമ്മോപദേശം എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടം പോലെ ധർമ്മോപദേശം പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടാത്തത് എന്താണെന്നറിയോ? ഈ ഡോക്ട്രിൻസായി, പഥ്യോപദേശമാണ്. ഞാൻ എന്താ വിശ്വസിക്കുന്നത്, എൻ്റെ സഭ എന്താ വിശ്വസിക്കുന്നത്, എന്താണ് വേദപുസ്തകത്തിൻ്റെ ഉപദേശം, ഇത് ചെറുപ്പത്തിൽ ഒരു കൊച്ചിൻ്റെ തലയിൽ കയറിക്കഴിഞ്ഞാൽ അത് ഇറക്കി വിടാൻ ആരെയെ കൊണ്ടും പറ്റത്തില്ല. കാരണം ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ വീണാൽ അവൻ ജീവിതകാലം മുഴുവൻ വേറൊരു തിയോളജിയോ ഫിലോസഫിയോ അവനെ ബാധിക്കില്ല. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എന്ന അടിസ്ഥാനം വീഴുന്നത് വരെ, ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം വീഴുന്നത് വരെ, 10-ാം വാക്യം പറയുന്നു, 10-11, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. 11-ാം വാക്യം, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്നിടുവാൻ ആരെ കൊണ്ട് കഴിയില്ല. ഇനി ആര് വന്ന് പഠിപ്പിച്ചാലും ഈ പഥ്യോപദേശത്തിൻ്റെ ഫൗണ്ടേഷൻ ഒരാളുടെ ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ സന്തതിയാണ്, അവൻ എന്നെ വീണ്ടെടുത്തതാണ്, അവൻ എന്നെ അന്ത്യം വരെ എത്തിക്കും എന്നുള്ള ഒരു ഫെയ്ത്ത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മാത്രമേ പിന്നെ പണിയാൻ പറ്റുള്ളൂ. വേറൊരു അടിസ്ഥാനം അവൻ്റെ ഹൃദയത്തിൽ ഇടാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ്. ഞാൻ 19-ാം വയസ്സിൽ രക്ഷിക്കപ്പെടുമ്പം എൻ്റെ ഹൃദയത്തിൽ വീണ അതേ വിശ്വാസമാണ് ഞാൻ ഈ 28 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസം അതിന് വന്നിട്ടില്ല. ആ ഫെയ്ത്ത് അങ്ങനെ തന്നെ. ഞാൻ ഇടയ്ക്ക് വീണു, എഴുന്നേറ്റു, ചില സമയത്ത് ഞാനിനി എഴുന്നേക്കുമോ എന്ന് സംശയിച്ചു താൽക്കാലികമായിട്ട്. പക്ഷേ അന്നും ഇന്നും എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ആ പഥ്യോപദേശത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ബാല്യകാലത്ത് കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടത് കഥകളല്ല, കളിതമാശകളല്ല, പിന്നെന്താ, ധർമ്മോപദേശം പോലും അല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ കൊളോസി ലേഖനത്തിൽ വായിക്കുമ്പോഴും ഓക്കെ 21-ാം വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. അപ്പോൾ പ്രൊവോക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അവരുടെ ധൈര്യം എടുത്തു കളയരുത്. ജീവിതത്തെ നേരിടാനുള്ള അവരുടെ ധൈര്യം എടുത്തു കളയരുത്. നീയൊക്കെ എവിടെ പോയി ജയിക്കാനാടാ എന്ന് ചോദിക്കരുത്. അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകും. നീയൊക്കെ നന്നാകാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പറയും ഇല്ലായിരിക്കും അല്ലേ, നന്നാവില്ലായിരിക്കും അല്ലേ. ആ ഉള്ളിൽ നിന്ന് ആ ധൈര്യം അങ്ങ് പോകും. നമ്മളറിയില്ല, കോൺഫിഡൻസ് ഇല്ലാതായി പോകും. നമ്മൾ ഈ പഴയ പേരൻറ്റിങ്ങിൻ്റെ ആൾക്കാരാണ്. ഈ പഴയ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര മോഡേണാണ് ഈ ന്യൂ ടെസ്റ്റാമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ പിള്ളേരെ അടിക്കരുതെന്ന് കണ്ടുപിടിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പഥ്യോപദേശം എന്നുള്ള ഇൻട്രഡക്ഷൻ. ഇത് ഞാൻ എന്തുകൊണ്ട് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ധർമ്മോപദേശത്തിൽ നമുക്ക് ശിക്ഷിക്കാം. അതിൻ്റെ കാരണം, കള്ളം പറയരുതടാ എന്ന് പറഞ്ഞാൽ അടി കൊടുക്കാം. കാരണം എന്താ? ഞാൻ കള്ളം പറയുന്നില്ല,
എനിക്ക് ഡിസിപ്ലിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പം അപ്പൻ മക്കളെ ശിക്ഷിക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു മോറൽ റൈറ്റ് ഉണ്ടായിരിക്കണം അടിക്കാൻ. പഴയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് അവർ മാതാപിതാക്കൾ അനുസരിച്ച അതേ കൽപ്പനയാണ് അവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരനുസരിച്ചില്ലെങ്കിൽ അടിക്കാം, കാരണം അപ്പനും അമ്മയും അനുസരിച്ചിട്ടുണ്ട്. പത്യോപദേശത്തിൻ്റെ തലം വരുമ്പോഴേക്കും, ക്രിസ്തുവിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്ന ആ ഭാഗം വരുമ്പോഴേക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മകനെ തല്ലാൻ വടിയെടുക്കുമ്പോൾ കർത്താവ് എന്നോട് പറയും, നീയും അവനും എല്ലാം കണക്കാണ്. ദൈവത്തിന് മുമ്പിൽ എല്ലാം പാപികളായി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വടിയെടുക്കുന്ന അപ്പനും കൊള്ളാൻ നിൽക്കുന്ന മകനും. എന്തു ചെയ്യും? ഞാൻ പല പ്രാവശ്യം വടി വീശിയിട്ട് അത് മാറ്റിയിട്ടുണ്ട്, ഈ ഉൾക്കുത്ത് കാരണം. ബിക്കോസ് ഹീ വാസ് മച്ച് ബെറ്റർ ദാൻ മീ വെൻ ഐ വാസ് റേസിങ് ദിസ് സ്റ്റിക്ക്. എന്തു ചെയ്യും? പുതിയ നിയമത്തിൻ്റെ പ്രശ്നം അതാണ്. വി ആർ ഓൾ സിന്നേഴ്സ്, വി ഓൾ നീഡ് ഗ്രേസ്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ എൻ്റെ മക്കളെല്ലാം ഇനി അടുകൊള്ളുന്ന പ്രായം കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടെ അവരുടെ മുമ്പിൽ തകർക്കപ്പെടേണ്ടവനായിരുന്നു എന്ന്. കുറച്ചും കൂടെ ഞാൻ നിസ്സഹായനായി കാണപ്പെടേണ്ടതായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ബലമുള്ളവരായിട്ടാണ് അവരെ കണ്ടത്. അങ്ങനെയല്ല, കർത്താവിൻ്റെ ബലമായിരുന്നു എന്നിലൂടെ കാണേണ്ടിയിരുന്നത്. അവർ മനസ്സിലാക്കണമായിരുന്നു, ഈ വീടിൻ്റെ യജമാനൻ എൻ്റെ അപ്പനല്ല, അപ്പനും ഭയപ്പെട്ട് വിറയ്ക്കുന്ന ഒരു കമാൻഡർ, സകലത്തെ സൃഷ്ടിച്ച ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഈ വീട്ടിൽ ഭരിക്കുന്നത്. അതിന് മുമ്പിൽ അപ്പനും ഞങ്ങളും എല്ലാം മുട്ടുകുത്തേണ്ടവരാണ് എന്ന ദൈവ ഭയമാണ് ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഫസ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് വടി കൊടുത്ത് ഉണ്ടാക്കുന്ന മനുഷ്യ ഭയമാണ്. പിന്നെ എങ്ങനെയാണ് ദൈവഭയം ഉണ്ടാക്കുന്നത്? നമ്മൾ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കുന്നത് കണ്ടാലേ മക്കൾ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കുള്ളൂ. ഈ ഭയം പഠിപ്പിക്കാൻ എക്സാമ്പിൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം ദൈവഭയമാണ്. ആ ദൈവഭയം എന്ന് പറഞ്ഞാൽ നരകത്തിലിടുന്നുള്ള ഭയമല്ല, അതൊരു നെഗറ്റീവ് ഫിയറാണ്. അതല്ല, ഓസംനെസ് ആണ്. The awesomeness of God, the glory of God. Our God is an awesome God. He demands obedience. He demands loyalty and submission. ഇത് എൻ്റെ ലൈഫ് കൊണ്ട് എൻ്റെ പിള്ളേർ കാണണം, ഈ അപ്പൻ ദൈവം പറഞ്ഞാൽ പിന്നെ ചത്തുപോകുന്ന പോലും നോക്കില്ലാത്ത ഒരാളാണെന്നും, എന്നാൽ അതേ സമയത്ത് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണെന്നും, കർത്താവിൻ്റെ സ്നേഹമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ആ സ്നേഹത്താലാണ് അവർ പിടിക്കപ്പെടുന്നത്. ദിസ് ഈസ് ന്യൂ ടെസ്റ്റാമെൻറ്റ് പേരൻറ്റിങ്. എത്ര പേര് സമ്മതിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അടിക്കാൻ പാടുണ്ടോ, അടിക്കാമോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവാണ്, ഇൻസ്ട്രക്ഷന് വേണ്ടിയുള്ളതല്ല. പുതിയ നിയമത്തിലെ അടി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഫോർ റെസ്ട്രിക്റ്റിംഗ് എ പേഴ്സൺസ് ഈവിൽ. ഉദാഹരണത്തിന്, അപകടകരമായ കാര്യം. ഒരു ദിവസം എൻ്റെ മകൻ്റെ കഥ പറയുന്നത് എൻ്റെ മകൻ ഇഷ്ടമില്ല, പക്ഷേ അവൻ കേൾക്കില്ല എന്നുള്ള പ്രതീക്ഷ. ഇതാണ് യൂട്യൂബ് ലൈവിൻ്റെ പ്രശ്നം. അവന് ഒരു അസഭ്യ വാക്ക് അവനൊരു ദിവസം പറഞ്ഞു, ചെറുപ്പത്തിലെ. അവനറിയില്ല എൻ്റെ കോംപ്ലിക്കേഷൻ എന്താ. അപ്പം ഞാനത് പറഞ്ഞു, മോനെ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മോശം അർത്ഥമാണ്, ഈ വാക്ക് നീ ഉപയോഗിക്കരുത്. കാരണം ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നപ്പോൾ ഈ മലയാളത്തിലെ ഈ സ്ലാങ് അറിയാൻ മേലെ, ബാക്കി വാക്കുകളൊക്കെ അറിയാം. 2-3 ദിവസം കഴിഞ്ഞപ്പം, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ദേഷ്യം വന്നപ്പോൾ ഈ വാക്ക് പറയാമെന്ന്. അപ്പം അന്നേരം അത് അറിയാൻ വയ്യാതെ പറയുന്നതല്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ഈ വാക്ക് പിന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു, പപ്പ എന്നെ ഒന്ന് അടിക്കാമോ, ഞാനിത് ഓർക്കുന്നില്ല, മറന്നു പോവാ, അടിച്ചാലേ എനിക്ക് ഓർക്കാൻ പറ്റുള്ളൂ. റെസ്ട്രിക്റ്റീവാണ്. തിന്മ വരാതിരിക്കാൻ വേണ്ടി, അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, റോഡിലിറങ്ങി കളിച്ച് പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, കോപത്തിലല്ല സ്നേഹത്തിൽ ശിക്ഷിക്കുവാൻ. അപ്പോൾ നന്നാക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്തിനാണ്? തിന്മ വരാതിരിക്കാൻ വേണ്ടിയുള്ള റെസ്ട്രിക്റ്റീവ് ഡിസിപ്ലിനിങ് ആണ്. അതും വളരെ ലിമിറ്റഡ്. ഈ അമ്മമാരുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കെട്ട് വഴി അടിച്ചു കളയും. കൈ കിട്ടുന്ന സാധനം വെച്ച് പുറത്തിനിട്ടും തലക്കെട്ടും ഒക്കെ അടിക്കും. അവസാനം ഈ പിള്ളേർക്ക് യാതൊരു പേടിയില്ലാതാവും. അമ്മേനെയും പേടിയില്ല, അമ്മയുടെ വടിയേയും പേടിയില്ല. മിക്കവാറും അടുത്ത് സംഭവിക്കുന്നൊരു പ്രശ്നം ഇത്. അമ്മയെ പിന്നെ പേടിയില്ല. അമ്മ എന്ത് പറഞ്ഞാലും അവൻ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. കാരണം അമ്മ കൂടി വന്നാൽ ആ സാധനം മേടിച്ച് തലക്കെട്ടൊരു പൊട്ടിക്കും. അത് കേട്ട് ഇവിടെ തലയുടെ ഭാഗത്തെല്ലാം തഴമ്പായിരിക്കും. പിള്ളേരെല്ലാം ചിരിക്കുന്നുണ്ട്. അതേപോലെ ലോകവ്യാപകമായ പ്രതിഭാസമെന്ന് തോന്നുന്നു.
ഈ അടിയെന്ന് പറയുന്നത് വർഷത്തിലൊന്നോ 6 മാസത്തിലൊന്നോ ഒക്കെ ആണെങ്കിൽ പിള്ളേർക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും ഭയം ഉണ്ടാവുള്ളൂ. എല്ലാ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് അതൊരു ശീലമാവും. ആദ്യം ഒരടി കൊണ്ട് നമുക്ക് മതിയാവും, അവന് മതിയാവും. ആദ്യം വടി ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും കൊച്ചു പേടിക്കും. പിന്നെ 2 അടി പൊട്ടിച്ചു കഴിഞ്ഞാൽ പേടിക്കും. പിന്നെ ഒരു 5-6 അടിയൊക്കെ അവൻ താങ്ങും. പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ പോലീസുകാരുണ്ടായി ലാത്തി കൊണ്ട് അടിപ്പിക്കേണ്ടി വരും. എന്നാലും ഈ അടി അവനൊരു പ്രശ്നമല്ലാതെ വരും. കാരണം ഹി വിൽ ബി ഹാബിറ്റുവേറ്റഡ് ടു ദീസ് കെയിനിങ്. എന്ത് അപകടമാണെന്നറിയോ? അൺറെസ്ട്രിക്റ്റഡ് യൂസ് ഓഫ് വയലൻസ്. ഈ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വയലൻസ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. എൻ്റെ അപ്പൻ ദേഷ്യം വന്നാൽ ഈ രൂപമായിരിക്കും, എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ ഈ രൂപത്തിൽ വരും. ദേഷ്യപ്പെടുന്നത് ഓക്കെയാണ്. എനിക്കും ദേഷ്യപ്പെട്ടാൽ ആരുടെയെങ്കിലും കഴുത്തിന് കുത്തിപ്പിടിച്ച് 4 പൊട്ടിക്കാം. കാരണം എൻ്റെ അപ്പനും അമ്മയും ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണ് പെരുമാറുന്നത്. ദൈവത്തെ വിളിച്ചാലും ഒരടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ആരാ അവരെ പഠിപ്പിച്ചത്? നമ്മൾ തന്നെ പഠിപ്പിച്ചത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അല്ല ഭയങ്കര സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഇത് നമുക്ക് ലോകത്ത് ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ശിക്ഷണം, ഡിസിപ്ലിനിങ്, സ്നേഹത്തിലുള്ള ഡിസിപ്ലിനിങ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ, ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉരുവായി കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ അവനിൽ വീഴുന്നതിന് ഒരു കഠിനാധ്വാനം ഒരു ഭവനത്തിലുണ്ട്. അത് വീണ് കഴിഞ്ഞാൽ ഹീ ഈസ് ക്ലിയർഡ്. അവനെ പിന്നെ ജീവിതത്തിൽ എവിടെ വേണേലും നമുക്ക് പറഞ്ഞു വിടാം, ഒരിക്കലും വീണു പോകില്ല. കാരണം ദാറ്റ് ഫൗണ്ടേഷൻ വിൽ റിമെയിൻ ദെയർ എവരിവെയർ ഹി ഗോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറുപ്പകാലത്ത് കർത്താവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ചെറുപ്പകാലത്ത് കർത്താവിനെ അറിയേണ്ടതിൻ്റെ ആവശ്യം. കാരണം ഇനി മുൻപോട്ട് പോകുന്നിടത്തോളം കാലം വളരെ ദുഷ്കരമായി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മോറൽ ഡിസിൻറ്റഗ്രേഷൻ അത് ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. യാതൊരുവിധ മോറൽ സെൻസും ഇല്ലാത്ത ആളുകൾ അത് നമ്മുടെ ചുറ്റും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ഭയങ്കര പ്രഷറുണ്ട് അവരെ പോലെ ആകാൻ. പക്ഷെ അത്തേരം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനം, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ ആ ഒരു വലിയ പ്രഷറിൽ അടുത്ത തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഈ പെന്തക്കോസിലൊന്നും വിശ്വാസം പോലും കാണുകയില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡേഞ്ചറസ് സ്റ്റേജ്. നമ്മുടെ ലോകം അവസാനിക്കാൻ പോകുമ്പോഴേക്കും ഇതെല്ലാം ഭയങ്കര പ്രതിസന്ധിയിലേക്ക് വരും. ഇനി ഞാൻ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഉള്ള സുവിശേഷമാണെങ്കിലും ദൈവത്തിൻ്റെ വേല നടന്നിട്ടുള്ളതെല്ലാം യൗവനക്കാർ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ മാത്രമാണ്. പ്രായമായവരിലൂടെ അല്ല. പ്രായമായവരെ നിങ്ങളെ താഴ്ത്തി പറയുകയല്ല. പക്ഷെ ഈ പ്രായമായ ശുശ്രൂഷകർക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. അവരെല്ലാം ലൈഫിൽ സെറ്റിൽഡാണ്. അവർ സമ്പാദിക്കാവുന്നിടത്തോളം സമ്പാദിച്ചു. വീട്, കൂട്, നാട്, റെസ്പെക്റ്റ് എല്ലാം അവർ നേടിക്കഴിഞ്ഞു. ഇനി അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടിയൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. അതിനുശേഷമുള്ള അവരുടെ ലെഷർ ടൈം കർത്താവിന് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മോശമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഐ എം നോട്ട് ഡിഗ്രേഡിങ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. പക്ഷേ അതിനകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല പാറ്റേൺ അല്ല നമ്മുടെ പിള്ളേരുടെ ഹൃദയത്തിലേക്ക് തരുന്നത്. കാരണം അവർ വിചാരിക്കുന്നത് ഞാനും പോയി അധ്വാനിച്ച് സമ്പാദിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അവസാനം വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ചർച്ച അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി കുർബാന കാണാം എന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും വരുന്ന സ്പിരിച്വാലിറ്റി. ഇത് തെറ്റല്ല. നമ്മൾ ഏത് സമയത്തും കർത്താവിനെ അറിയാം. ഏത് സമയത്തും നമുക്ക് ആ തേജസ്സിലേക്ക് പോകാൻ നമുക്ക് അവസാന മൊമെൻ്റ് വരെ സമയമുണ്ട്. പക്ഷെ യൗവനക്കാർ കർത്താവിനെ അറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു 18 വയസ്സ് 19 വയസ്സുള്ളപ്പം പ്രൈം യൂത്ത് എന്ന് പറയാൻ പറ്റില്ല, ആ യൂത്ത്ഫുൾനെസ്സിലോട്ട് നമ്മൾ കയറുന്ന ആ സമയത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവായി മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ അടുത്ത തലമുറയിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ യൗവനക്കാർ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് ഇത് സ്പ്രെഡാകുന്നത്. കാരണം അവരവരുടെ കൂട്ടുകാരിലൂടെയും അവരുടെ എല്ലാം ഇത് സ്പ്രെഡാക്കും. ആ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ 4 വിശ്വാസികളാണ് ഉണ്ടായിരുന്നത്. ആകെ 58 പേരാണെന്ന ഹോസ്റ്റൽ ഉണ്ടായിരുന്നതിൽ 4 പേർ വിശ്വാസികളായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ
ആ ഹോസ്റ്റലിൽ 4 പേരൊഴിച്ച് ബാക്കി എല്ലാവരും സുവിശേഷം കേട്ടു. അതിൽ പലരും വിശ്വസിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, രാത്രി 12 മണിക്ക് ഒരുത്തൻ എൻ്റെ റൂമിൽ നോക്ക് ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, എങ്ങനെയാ ചേയ്സെ രക്ഷിക്കപ്പെടുന്നത്, എൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം. അന്ന് എനിക്ക് വയസ്സ് 19. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 2 മാസമായിട്ടുള്ളൂ. അവനെ കൊണ്ട് ഞാൻ ടെറസിൽ പോയി അവൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല. പക്ഷെ വെൻ യങ് പീപ്പിൾ ടേൺ ടു ദ ലോർഡ്, ആ ചുറ്റുമുള്ള അനേകം കുഞ്ഞുങ്ങൾ, നുറുക്കത്തിലൂടെ പോകുന്നവർ, കുടുംബം തകർന്നവർ, ഇങ്ങനെയുള്ള ഒത്തിരി പേർക്ക് ഒരാശ്വാസമായി മാറാൻ ഈ പിള്ളേരെ അവരുടെ കോളേജുകളിലോട്ട് ആ ക്രിസ്തുവിനെ, നിങ്ങൾ പോയി പെന്തക്കോസ് അവിടെ ഇറക്കരുത്, ആ കുപ്പിയിലേക്കൊക്കെ അവർ പിന്നെ പോയി കയറിക്കോട്ടെ. ആദ്യം നിങ്ങൾ അവരിൽ ഒരാളെ പോലെ അവരുടെ കൂടെ നടന്ന ഈ ലൈഫിലുള്ള ഡിഫറൻസ്, നമുക്ക് ലൈഫിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് പാപമോചനം നമുക്ക് ലഭിക്കുന്നത്, വളരെ പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയും. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ഈ യുവാക്കളിലാണ്. പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഈ പിള്ളേർക്ക് പാട്ട് പാടാനും കീബോർഡ് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇന്ന് സഭയ്ക്കില്ല. കാരണം സഭയിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് പഠിച്ചിരിക്കണം? കീബോർഡിൽ കീ വെക്കാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ എക്സാമ്പിൾ പറയുന്ന ഒന്നും വിചാരിക്കരുത്. കീബോർഡിൽ കീ വെക്കാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മൈക്ക് പിടിച്ച് നല്ലപോലെ പാട്ട് പാടാൻ അറിയാത്ത പിള്ളേരെ നമുക്ക് എന്തിനാ? അവർ ചുമ്മാ വന്നിരിക്കുന്നു, അവർക്കൊരു റോളും ഇല്ല. അത് കഴിയുമ്പോൾ അവരവരുടെ പണിക്ക് പോകുന്നു, പാടാനും അറിയത്തില്ല. അപ്പോൾ പിള്ളേർക്ക് ഒരു റോളും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ എത്രയും പെട്ടെന്ന് പിള്ളേർക്ക് റോളുണ്ട്. വെള്ളം എടുത്തിങ്ങനെ ഇല്ലസ്ട്രേഷനൊക്കെ ഓൺ ലൈവാണ്. ഓക്കെ. അപ്പോൾ ഈ യൗവനക്കാർക്ക് പ്രത്യേകിച്ച് സഭയിൽ ഒന്നും ചെയ്യാനില്ല. ദേ ആർ ഫീലിംഗ് യൂസ്ലെസ്. അപ്പോൾ എന്തിനകത്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അപ്പനും അമ്മയും വന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവർ വന്നിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ദേ ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ സഭകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ കാറ്റടിപ്പിക്കുകയാണെങ്കിൽ, ഈ ഇരിക്കുന്ന പിള്ളേർക്കെല്ലാം ദൈവാത്മാവിൻ്റെ കൃപാവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ, എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നിന്ന് അപ്പനമ്മമാരോട് പ്രബോധിപ്പിക്കാൻ തുടങ്ങിയാൽ, വചനമെടുത്ത് എന്നോട് കഴിഞ്ഞ ആഴ്ച കർത്താവ് സംസാരിച്ച വചനം എന്ന് പറഞ്ഞ് ആത്മാവിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായാൽ നമുക്ക് അടുത്ത ജനറേഷനുണ്ട്. ഇന്നത്തെ ഏറ്റവും യങ് പ്രസംഗകർക്ക് 46-50 വയസ്സ് പ്രായമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? യൗവനക്കാരെ കാണാനേ ഇല്ല, ഈ ഫീൽഡിലില്ല. അവർ പ്രത്യേകിച്ച് ആൺപിള്ളേരെ കാണാനില്ല. ഇവിടെ 5-6 പേര് ഇരിപ്പുണ്ടെന്നുള്ളതിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കാണാനില്ല. കാരണം അവർ മൊബൈൽ ഫോൺ നോക്കി എവിടെയെങ്കിലുമൊക്കെ കാണും. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 15 വർഷം കഴിയുമ്പോൾ, എഴുതി വെച്ചോ, മനോരമയിൽ വരുന്ന കല്യാണ പരസ്യം ഇങ്ങനെ ആയിരിക്കും. വീട്ടുജോലി നന്നായി അറിയാവുന്ന, കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമുള്ള യുവാക്കന്മാരിൽ നിന്നും 6 ശമ്പളം വാങ്ങിക്കുന്ന യുവതികൾ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. നോക്കിക്കോ. കാരണം ഈ പെൺപിള്ളേരെല്ലാം പഠിച്ച് റാങ്കും ജോലിയും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ആൺപിള്ളേർ തെക്ക് വടക്ക് തേരാപ്പാര അവസാന മൊമെൻറ്റിൽ പഠിക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന മുട്ട മേടിച്ച് ജോലി കിട്ടാതെ അവസാനം അവർ ജോലി മേടിച്ച് സമ്പാദിച്ച് അത് തുടങ്ങിയിട്ടുണ്ട് ട്രെൻഡ്. ആ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട, പോക്കാണ് സംഗതി. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ ജെൻഡർ റിവേഴ്സൽ, നിങ്ങൾ കണ്ടോ? ഈ അന്ത്യകാലത്ത് ഒരു ജെൻഡർ റിവേഴ്സൽ നടക്കുന്നുണ്ടോ? നേരത്തേക്ക് അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാൻ മക്കൾക്ക് പേടിയായിരുന്നു, അമ്മ വഴിയെ ചെന്നുകൊണ്ടിരുന്നത്. അമ്മ അപ്പനോട് ഒന്ന് പറയാമോ? ഇന്ന് നേരെ തിരിച്ചാ. ഇന്ന് അമ്മയുടെ അടുത്ത് ചെല്ലാനാ പേടി. അമ്മ സംഹാര രുദ്രയായിട്ട് നിൽക്കുമ്പോൾ അപ്പൻ്റെ അടുത്ത് നിന്നിട്ടാ പറയുന്നത്, ഒന്ന് പറയാം അമ്മയോട്. പപ്പൻ പറയും വിട്ടേക്കടി പോട്ടെ എന്ന് പറഞ്ഞ് അപ്പനാണ് മീഡിയേറ്റർ. പണ്ട് അങ്ങനെയല്ല. ഇന്ന് പുരുഷന്മാർ ഭയങ്കര സോഫ്റ്റ് ആവുകയും അടുക്കളപ്പണി ചെയ്യാൻ പഠിക്കുകയും, നല്ല കാര്യമാണ്, പഠിക്കാതെ ഉഴപ്പി നടക്കുകയും ചെയ്ത്. പണ്ടൊക്കെ പെൺപിള്ളേരെ പഠിപ്പിക്കാൻ വിടാറില്ല. ഇപ്പം ആൺപിള്ളേരെ പഠിപ്പിക്കാൻ വിട്ടാലും പഠിക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജെൻഡർ റിവേഴ്സൽ എങ്ങനെയാണ് വരുന്നത്? ലോകം മുഴുവൻ ഒരു വേറെ ഓർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. യു കനോട്ട് എക്സ്പെക്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഞാൻ കുഞ്ഞു പിള്ളേർ ഉണ്ട്, അവരിത് മനസ്സിലാക്കില്ല എന്ന് വിചാരിക്കാം. കുറേ കഴിയുമ്പോൾ ഈ പെൺപിള്ളേർ തീരുമാനിക്കുക, എന്തിനായി ഇങ്ങനെ ആണുങ്ങൾ, നമുക്ക് എന്താ പറയുന്നത്,
മെഷീനിലെ കുഞ്ഞുങ്ങളുണ്ടാവും. അതിനെ വേണമെങ്കിൽ ആൾ രൂപം ഉണ്ടാക്കിയെടുക്കാവുന്ന ബയോളജിക്കൽ പ്രോസസ്സ് ഉണ്ട്. എന്തിനാണ് ഈ ആണുങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരുന്ന എന്ത് ചെയ്യും? പേടിയാവുന്നില്ല ഓർത്തിട്ട്? കർത്താവിലേക്ക് പോരെ, വേറൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. ഇന്നത്തെ യൗവനക്കാർ രക്ഷപ്പെടണമെങ്കിൽ ഈ അതിവേഗം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റി നിന്ന് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉപ്പായിട്ട് മാറണമെങ്കിൽ ഈ തലമുറകൾ വളരെ നിസ്സാരമായിട്ട് ഞാൻ പറയുകയാണ്, ഉപദേശ രൂപം അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടില്ലെങ്കിൽ അടുത്ത തലമുറ ഈ ഷേപ്പിൽ ഉണ്ടാവുകയില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ഈ യൗവനക്കാര് കർത്താവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ചേഞ്ച് ക്യാൻ ദേ ബ്രിങ് ടു ദ ചർച്ച്? ഒരു മിഷണറി ആയിട്ട് പോകാൻ ഏറ്റവും എളുപ്പം ഒരു യങ് മാനാണ്, ഒരു യങ് വുമൺ. അതിൻ്റെ കാരണം പ്രായമാകുന്തോറും, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ആന്ധ്രയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അദ്ദേഹം എന്നേക്കാൾ സീനിയറാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ ദൈവവേലയ്ക്ക് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹവും വിളിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യയോടത് പറഞ്ഞില്ല. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സാറായിട്ടാണ് ഭാര്യ കല്യാണം കഴിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് മനസാക്ഷിക്കുത്ത്, ദൈവവേലയ്ക്ക് ഇറങ്ങിയില്ലല്ലോ എന്നുള്ളൊരു കുത്ത്. ഭാര്യയോടൊന്ന് പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ എൻ്റെ വിളി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഞാൻ കല്യാണം കഴിച്ചത് ഒരു ടീച്ചറെയാണ്, എനിക്കൊരു പാസ്റ്ററുടെ ഭാര്യയായിട്ടിരിക്കാൻ താല്പര്യമില്ല. എന്ത് ചെയ്യും? അയാൾ 60 വർഷം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ആ സുവിശേഷ വേലയിൽ ഇറങ്ങാൻ പറ്റിയത്. കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, റിട്ടയർഡ് ലൈഫിലുള്ള സ്പിരിച്വാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. യൗവനത്തിലെ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ആ ലൈഫ് വേറെയാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ നേരത്തെ, നിങ്ങൾ എല്ലാവരും ഉണ്ടാകുന്ന നേരത്തില്ല, ഒരു കാർന്നൂർ വന്നിട്ട് 45-ാം വയസ്സിൽ നീ അനുഭവിക്കുന്നു പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല? ഞാനിവിടെ പറഞ്ഞായിരുന്നു അത്. ഈ 45 വയസ്സിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? പുള്ളി പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ചെറുപ്പകാലങ്ങളിലെല്ലാം കർത്താവിന് വേണ്ടി അധ്വാനിച്ചിട്ട് വൈബ്രേഷൻ, വിത്ത് ഓൾ വൈബ്രേഷൻസ്. 45 വയസ്സാകുമ്പം നോക്കുമ്പം മക്കൾ പഠിക്കാൻ പോകാൻ പൈസ ഇല്ല, കല്യാണം കഴിപ്പിച്ചു വിടണം, പൈസ ഇല്ല. ഉടനെ പുള്ളി വിചാരിക്കുകയാണ്, ഇനി കാറ്റ് പോലെ വീശി ആ പരിപാടി നടക്കുകയില്ല, എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണം. പിന്നെ സെറ്റിൽമെൻ്റായി, അതെങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോളും. പിന്നെ പ്രസംഗിക്കാൻ ആകെ ഒരു വിഷയം കാണുള്ളൂ. എന്താണെന്നറിയോ? നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. അത് പുള്ളി അനുഭവിച്ചത് അതാ. മനസ്സിലായോ? എന്നാൽ അതേ സമയത്ത് യൗവനക്കാർ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാഴ്ച. ദേ ആർ അഡ്വഞ്ചറസ്, ദേ വാണ്ട് ടു ഡൈ ഫോർ ദ ലോർഡ്. നിങ്ങൾക്കറിയാമോ, ഈ ഏറ്റവും കൂടുതൽ മിഷണറിമാരെ വിട്ടൊരു സംഘടനയാണ് അമേരിക്കയിൽ സ്റ്റുഡൻറ്റ് വോളണ്ടറി മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. 100 വർഷമോ 200 വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 10,000 കണക്കിന് മിഷണറിമാരെയാണ് അവർ വിട്ടത്. സ്റ്റുഡൻറ്റ് വോളണ്ടറി മൂവ്മെൻറ്റ്, വോളണ്ടറി മിഷൻസാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് അവർ പോയിട്ട് പറയാണ്, മിഷണറിമാരായിട്ട് പോകുന്നവരെല്ലാം കൈവക്ക്, ദാ വരുന്ന ഒരു സംഘം, ഞങ്ങൾ പോവുക. എങ്ങോട്ടാണ് പോകുന്നറിയോ? ഏതെങ്കിലും ഒരു ട്രോപ്പിക്കൽ കൺട്രി. അവിടെയാണെങ്കിൽ ബാക്ടീരിയകളുടെ ബഹളം, വൈറസിൻ്റെ ബഹളം. തിരിച്ചു വന്ന ഭാഗ്യം 80% ആൾക്കാർ ആ യാത്രയിൽ മരിക്കുമായിരുന്നു. എന്നിട്ടും പോകുന്നവർ വീണ്ടും വീണ്ടും പോവുക. നിങ്ങൾക്കറിയാമോ, ഈ യാത്രയിൽ അവസാനമൊക്കെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന ശവപ്പെട്ടിക്കകത്ത് ലഗേജും പാക്ക് ചെയ്തുകൊണ്ടാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, തിരിച്ചിങ്ങോട്ട് ബോഡി കൊണ്ടുവരുന്ന അപ്പനന്മാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ശവപ്പെട്ടിക്കകത്ത് തന്നെയും കൊണ്ടുവരാം. അപ്പം ലഗേജ് ഇങ്ങനെ പോകുന്നത്. അതാണ് യൗവനക്കാർ കർത്താവിൻ്റെ പിന്നാലെ പോയാൽ അത് ദേശത്തുണ്ടാകുന്ന മാറ്റം. ഇന്ന് ഈ നല്ല യൗവനത്തെ സാത്താൻ പല രീതിയിൽ പിടിച്ചു വെച്ച് അവൻ്റെ തന്ത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ യൗവനക്കാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലോകത്തെ ജയിക്കാനുള്ള ആയുധവർഗം സംഭരിക്കുന്നവരാകണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ ലേഖനത്തിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച്. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നത്,
ഓക്കെ, 12-ാം വാക്യം. അപ്പോൾ ഒരു കുഞ്ഞായിട്ട് നമ്മൾ ആദ്യം ഫീൽ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും എന്നുള്ള കാര്യമാണ്. അതാണ് പ്രൈമറി ലെവൽ എന്ന് പറയുന്നത്. അടുത്തത് ഓക്കെ, പിതാക്കന്മാരെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ള ആൾക്കാരെയാണ് ഇവിടെ പിതാക്കന്മാരെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3, ഈ കുഞ്ഞുങ്ങളും ബാല്യക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? യങ് മെൻ അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. യങ് മെൻ, ബാല്യക്കാരെന്ന് പറഞ്ഞാൽ യങ് മെൻ. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പം ഈ യൗവനക്കാർ ബാല്യകാലത്ത് നമ്മൾ എന്താ അറിയുന്നത്? ശൈശവകാലത്ത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ മോചിച്ചു. യൗവനക്കാരായിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അറിയേണ്ടത്? നമ്മൾ വിശ്വാസത്തിന്റെ യൗവനകാലം എന്ന് പറയുന്നത് നമ്മുടെ മോഹങ്ങളെ ജയിക്കാനുള്ള കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ മോഹങ്ങൾ വരുന്നത് എപ്പോഴാ? യൗവനകാലത്താണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ മോഹങ്ങളെ ജയിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അതിനെ ജയിക്കാൻ പറ്റില്ല. അത് തളർന്ന് ചിലപ്പോൾ മോഹങ്ങൾ ഇല്ലാതാവുമായിരിക്കാം. പക്ഷെ ക്രിസ്തുവിലുള്ള വിക്ടറി എന്ന് പറയുന്ന ആരുടെ മേലായിരിക്കുന്ന യൗവനകാലത്ത് ഏറ്റവും തീക്ഷ്ണമായ മോഹങ്ങൾ അനിയന്ത്രിതമായ ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം? ഇതിനെ ജയിക്കാൻ, ഈ തൃഷ്ണകളെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഇനി താഴോട്ട് വായിച്ചു നോക്കിയേ. ഓക്കെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കണ്ണു തുറന്നു വിശ്വാസികളായി. അവർ പിതാവ്, ഞങ്ങൾക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് കുഞ്ഞുങ്ങളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു അപ്പനുണ്ട്, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇതാണ് വിശ്വാസത്തിൻ്റെ ശൈശവകാലം. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്, പിന്നെ എന്താണ്? നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ ക്ഷമിച്ച് കളഞ്ഞിരിക്കുന്നു. ദറ്റ്സ് എ പ്രൈമറി ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ക്രൈസ്റ്റ്. അടുത്ത വാക്യം നോക്കി. ബാല്യക്കാരെ, യൗവനക്കാരെന്നാണത് ശരിക്കും, യങ് മെൻ എന്നാണ്. നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും. അപ്പൊ ഈ യൗവനക്കാരാകുമ്പോഴേക്കും, ബാല്യക്കാരാകുമ്പോഴേക്കും, ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ബാല്യക്കാരാകുമ്പോഴേക്കും എന്ത് സംഭവിക്കണം? ദൈവവചനം നമ്മളിൽ വസിച്ചിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തരാകണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോകത്തെ ജയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈ ലോകത്തെ ജയിക്കാൻ എന്താ ഇത്ര പാടെന്നറിയാമോ? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഈ ശാസ്ത്രബോധം ഉണ്ടാകുന്നതിന് മുൻപുള്ള കാലഘട്ടം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളായിരുന്നു. ഓർമ്മയുണ്ടോ ആ കാലഘട്ടം? ഇരുട്ട് കണ്ട അവിടെ പ്രേതമുണ്ടോ? പിന്നെന്താ, മാടൻ, ചാത്തൻ, ഇങ്ങനെയൊക്കെയുള്ള പല പല പേടികൾ, ഭയങ്ങൾ ആ കേട്ട ഈ നാട്ടുകാർ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലോട്ട് പോയാലും ഇതുപോലെയുള്ള സ്വഭാവം അവിടെ ഉള്ളവർക്കും ഉണ്ടായിരുന്നു. ചില കെട്ടിടങ്ങൾ കാണുമ്പോൾ പ്രേത പേടി അങ്ങനെയൊക്കെ അവർക്കും. അവർ നമ്മളെ പോലെ തന്നെയാണ്, നമ്മുടെ അതേ സാധനം. എല്ലാ ആദമിൻ്റെ മക്കളാണല്ലോ. അന്ന് മതമാണ് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പേടി പോകാൻ, മന്ത്രവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലേ? ഓർമ്മയുണ്ടോ കാലഘട്ടം? ഓർമ്മയില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രീ മോഡേൺ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ബൈബിൾ വന്ന് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ വിശ്വസിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം എന്താ? സമൂഹം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു, ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ഏത് ദൈവം എന്നറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തെ ഇവരെല്ലാം പേടിച്ചിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്കറിയാം, ഈ റോമൻ ഗവൺമെൻറ് ക്രിസ്ത്യൻ ആയി കഴിഞ്ഞപ്പം ആ ഏരിയ മുഴുവൻ ക്രിസ്ത്യാനികളായി. പിന്നെ ഈ റോമ ഗവൺമെൻറ് ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ നിന്ന് ഗോളുകളും സാക്സോണുകൾ, ഇങ്ങനെയുള്ള ട്രൈബൽസ്, അതായത് ഈ ബ്രിട്ടീഷുകാർ വെറും ട്രൈബൽ റിലീജിയൻസ് ആയിരുന്നു. അവർ വെറും എന്താ പറയുന്നത്, പ്രാകൃതന്മാരായിരുന്നു. അവർക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നവരല്ല. ആരാ? ഈ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇങ്ങനെ രാജ്യങ്ങൾ, ഗോളുകൾ, ഇവർ വന്ന് ഈ റോമ സാമ്രാജ്യം ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഇവർ പെട്ടെന്ന് എല്ലാവരും ക്രിസ്ത്യാനികളായി. ഇവിടുത്തെ മതം അവരങ്ങ് എടുത്തു. അപ്പോൾ ആ ആൾക്കാരെല്ലാം ക്രിസ്ത്യൻസായി. ആലോചിക്കുക, വളരെ വേഗം. കാരണം ഇവർക്ക് പേടിയായിപ്പോൾ. ഇവിടുത്തെ സിസ്റ്റമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ദൈവത്തെ ഹർട്ട് ചെയ്യാൻ അവർക്ക് പേടി. ഇവരെല്ലാം അതങ്ങ് സ്വീകരിച്ചു. അത്ര എളുപ്പമായിരുന്നു. നോ ക്വസ്റ്റ്യൻസ്, ഒരു ചോദ്യമില്ല. സഭ പറയുകയാണ്, കണ്ണാടി ആകെ പ്രശ്നം. സഭ പറയുകയാണ് ഭൂമി പരന്നതാണ്. ഉരുണ്ടതാന്ന് പറഞ്ഞാൽ അവനെ തൂക്കിക്കൊല്ലും. അതാണ് പ്രീ മോഡേൺ എറ എന്ന് പറയുന്നത്. അവിടെ രാജാവിനേക്കാൾ വലുത് പോപ്പാണ്. കാരണം എന്താണെന്നറിയോ? രാജാവില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, പോപ്പില്ലെങ്കിൽ നമ്മൾ പോക്കാം. കാരണം പാവം മോചിക്കണമെങ്കിൽ പോപ്പ് വേണം. പോപ്പ് പാവം മോചിക്കേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്മാരൊന്നും പാവം മോചിക്കില്ല, എല്ലാം പാപത്തിൽ കിടന്ന് പിടയ്ക്കും. അതുകൊണ്ട് രാജാവ് പോയാലും ജനങ്ങൾ പോപ്പിൻ്റെ കൂടെ ആയിരിക്കും. ഇപ്പം മതമാണ് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു പ്രീ മോഡേൺ എറ എന്ന് പറയുന്ന കാലം. ഒരുത്തനെ തൂക്കിക്കൊള്ളണമെങ്കിൽ രാജാവ് തീരുമാനിക്കേണ്ട, ആര് തീരുമാനിച്ചാൽ മതി? പോപ്പ് തീരുമാനിച്ചാൽ മതി. പിന്നെ പതുക്കെ മോഡേൺ എറ വന്നു. മോഡേൺ എറ വന്നു കഴിഞ്ഞപ്പോഴാണ് റീഫോർമേഷനൊക്കെ ഉണ്ടാകുന്നത്. റീഫോർമേഷൻ, നവോത്ഥാന കാലഘട്ടം എന്ന് പറയും. അപ്പോൾ നമ്മൾ വചനം പഠിച്ചിട്ട് പറഞ്ഞു, ഈ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളൊന്നും വേണ്ട,
നമുക്ക് എന്ത് വിശ്വാസമായാലും അതിൻ്റെ പുറകിൽ ഒരു റീസൺ ഉണ്ടാകണം. നമ്മൾ ബൈബിൾ വായിച്ചാൽ അതിൻ്റെ ഗ്രാമർ നോക്കി വ്യാഖ്യാനിക്കണം. അല്ലാതെ ഒന്ന് കണ്ടിട്ട് വേറൊന്നാന്ന് പറയരുത്. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ വായിക്കണം. അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഞാൻ പറയുന്നത് കേട്ടോ. മോഡേണിസത്തിൻ്റെ പോസിറ്റീവ് സൈഡ്സ്, നെഗറ്റീവ് ഒത്തിരി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു നിരീശ്വരവാദം ഇതെല്ലാം ഉണ്ട്. പക്ഷേ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് സത്യം അറിയണം എന്നൊരു ആവേശമുണ്ടായ ഒരു കാലഘട്ടവും കൂടെയാണ് ഈ മോഡേൺ എറ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടായാലും വചനം വായിച്ചിട്ടായാലും നമുക്ക് സത്യം മനസ്സിലാകണം. അതിന് നമ്മൾ വായിക്കണം, ലോജിക്കലി ചിന്തിക്കണം. നമ്മൾ വല്ലവരും പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് നോക്ക്. ഇങ്ങനെ തന്നെയാണോ, അച്ഛന്മാർ പറയുന്ന പോലെ തന്നെയാണോ എന്ന് നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും എന്തിനാണ് വില കൊടുക്കുന്നത്? ട്രൂത്തിന് വില കൊടുത്ത ഒരു കാലഘട്ടമാണ്. അന്നും ബൈബിൾ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾ വളരെ അടുത്ത് വരെ ആ കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ഒരു 20-30 വർഷം വരെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ബൈബിൾ കാണിച്ചിട്ടുണ്ടോ, ഈ ബൈബിൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുമ്പോൾ ആണോ, ഓ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് വിശ്വസിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നുള്ള ഈ കാലഘട്ടത്തിൽ എന്താ പ്രത്യേകത എന്നറിയോ? നിൻ്റെ വിശ്വാസം നിനക്ക്, എൻ്റെ വിശ്വാസം എനിക്ക്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കൊച്ചു ക്ലാസ്സിൽ പോയിരിക്കുകയാണ്, 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ. സാർ അവനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? അവൻ പറയുന്നു, എങ്ങനെ ഉണ്ടായത്? 9ാം ക്ലാസ്സിൽ, ചർച്ചിലല്ല, സ്കൂളിൽ വെച്ചുള്ള ചോദ്യം. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? കുരങ്ങൻ്റെയും മനുഷ്യൻ്റെയും ഒരു പൊതുപൂർവികനിൽ നിന്ന് യുഗങ്ങളുടെ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യ വിഭാഗം ഉണ്ടായത്. ഓക്കെ, നിൻ്റെ ഉത്തരം ശരിയാണ്, നിനക്ക് 5 മാർക്ക്. അതേ സാറ് അതേ കുട്ടി പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ സാർ ചോദിക്കുന്നു, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ഇവൻ പറയുന്നു, ദൈവം മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി അതിന്മേൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ളൊരു ദേഹിയായി തീർന്നു. കൊള്ളാം, 5 മാർക്സ്. ഒരേ ചോദ്യം, ഒരേ സാറ്, ഒരേ കുട്ടി, 2 ഉത്തരം, 2ഉം ശരിയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യം അവിടെ എഴുതിയാൽ തെറ്റി, ആ ചോദ്യം ഇവിടെ എഴുതിയാൽ തെറ്റി അല്ലേ? അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കി, നീ എന്താ ശരിക്കും വിശ്വസിക്കുന്നതെന്ന്? എന്തായിരിക്കും? അവൻ ഇത് വിശ്വസിക്കണമെന്നോ അത് വിശ്വസിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, അവന് മാർക്ക് കിട്ടിയാൽ മതി. അപ്പം അപ്പനും അമ്മയും പറയും, നീ അവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാവുള്ളൂ കേട്ടോ, ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കും. അപ്പോൾ സത്യം ഏതാ? സത്യം എന്തെങ്കിലും ആയിക്കോട്ടെ, നീ അവിടെ എഴുതുമ്പോൾ അതും ഇവിടെ എഴുതുമ്പോൾ ഇത്. ഇതിനെയാണ് നമ്മൾ ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഇതിന് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലം വളരെ മോശമെന്ന് പറയാൻ വേണ്ടി ഇത് പറയുന്നത്. ഒരു പെയിൻറ്റിങ് വരച്ച് വെച്ചിരിക്കുക. ഒരുത്തൻ കുറേ യെല്ലോ കളർ, കുറേ ഗ്രീൻ കളർ, കുറേ ബ്ലാക്ക് കളറൊക്കെ അടിച്ചൊരു പെയിൻറ്റിങ് വരച്ചിട്ട് ഒരുത്തൻ കണ്ടിട്ട് പറയാം, യെല്ലോ മരണത്തെ സൂചിപ്പിക്കുന്നു, ഗ്രീൻ എന്ന് പറയുന്നത് നാളെ നന്നാകും എന്നുള്ള അവൻ്റെ പ്രതീക്ഷയാണ്. ഈ പടം വരച്ചവൻ ഇതൊന്നും ഓർത്തിട്ടില്ല. വേറൊരുത്തൻ വന്നിട്ട് പറയുന്നു, യെല്ലോ എന്ന് പറയുന്നത് മരണമല്ല, നിരാശയെ കാണിക്കുന്നതാണ്. എന്നാ വേണേലും ആൾക്കാർക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്തിനെ അന്വേഷിക്കുന്നില്ല? ട്രൂത്തിനെ അന്വേഷിക്കുന്നില്ല. ബൈബിൾ വായിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, എനിക്കിങ്ങനെ മനസ്സിലായത്, ഓക്കെ എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ. ഇതിനെയാണ് നമ്മൾ ഈ അന്ത്യകാലത്തെ ഈ ലൗദിക്യ സഭയോട് പറയുന്ന പോലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ട്രൂത്ത് അറിയാനും മേല, എന്നാൽ എല്ലാം അറിയുകയും ചെയ്യാം. ആ അറിവ് കൊണ്ടൊരു പ്രയോജനമില്ല, ജീവിതത്തിലൊരു ആപ്ലിക്കേഷൻ ഇല്ലാത്ത വചനം എല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ അത് സീരിയസ് ആകുന്നില്ല, അത് ജീവിതത്തിൽ അപ്ലൈ. വചനം വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ലൈഫിലേക്ക് വരുമ്പോൾ അതൊന്നും അല്ല പ്രിൻസിപ്പിൾസ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇന്നത്തെ ഒരു അഴകുഴമ്പൻ, അങ്ങനെ ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ കേട്ടോ. അഴകുഴമ്പൻ എന്നാണോ അഴകുഴമ്പൻ എന്നാണോ? അഴകുഴമ്പൻ മെക്കാനിസമാണിത്. അതായത് വചനം പഠിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എന്തായി മാറുന്നില്ല? ജീവനായി മാറുന്നില്ല. കാരണം വചനം പഠിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നല്ല പഠിക്കുന്നു, നല്ല കുട്ടിയായിട്ടിരിക്കുന്നു. പക്ഷേ കൂട്ടുകാരുടെ കൂടെ ഇറങ്ങുമ്പോഴേക്കും അവൻ ആൾ മാറി വേറെ ആളാണ്. അവിടെ അവൻ പെർഫെക്റ്റ് ആണ്, അവൻ അവിടെ കൂട്ടുകാരുടെ എല്ലാ പണിക്കും ഇവനുണ്ട്, അവൻ അവിടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ്, അവൻ്റെ കൂടെ എല്ലാ പണികൾക്കും ഇവൻ പോവുകയും ചെയ്യും. സൺഡേ സ്കൂൾ വരുമ്പോഴേക്കും ഹീസ് എ ന്യൂ മാൻ, അവനോട് ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവൻ ആരാണ് ശരിക്കും? നിങ്ങളെ ആരെങ്കിലും കുറിച്ചാണോ ഞാനിത് പറയുന്നത്? അപ്പം അപ്പനമ്മ വിചാരിക്കും എന്ത് നല്ലൊരു മകൻ. കൂട്ടുകാർ വിചാരിക്കും ഇവനാണ് കൂട്ടുകാരൻ. ഒരുത്തനെ തല്ലാൻ പോണേലും ഇവൻ കൂടെയുണ്ട്. ഇങ്ങനെ അതാത് സത്യങ്ങൾക്ക് വേണ്ടി അതാത് സമയത്ത് ജീവിക്കുന്ന ഈ പരിപാടിയാണ് നമ്മൾ ഉത്തരാധുനിക ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളിനി നേരിടാൻ പോകുന്നത് ഈ വക്രതയുള്ള തലമുറയാണ്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് വരാൻ പോകുന്ന ഈ വഷളത്തരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ട്രൂത്ത് ആർക്കും വേണ്ട എന്നുള്ളത്. ഇത് ഈ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രതിഭാസം കേട്ടോ. 996 ജനുവരി 1-ാം തീയതി ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ഫോളിയോ എന്ന് പറയുന്ന ഒരു 6 ആഴ്ചയിൽ ഒരിക്കൽ ഇറങ്ങുന്ന ഒരു കൾച്ചറൽ പുൾ ഔട്ട് ഒരു മാഗസിൻ എന്ന ഹിന്ദു ഇറക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫ്രണ്ട് പേജിൽ വന്ന ഒരു കഥ, ഒരു വെജിറ്റേറിയനായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്.
ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ പെൺകുട്ടിക്ക് വീട്ടിലിരിക്കുമ്പം ആരെങ്കിലും ഇറച്ചി എന്ന് പറഞ്ഞാൽ, മീറ്റ് എന്ന് പറഞ്ഞ ഉടനെ അവൾ വൊമിറ്റ് ചെയ്യും, റിയലി വൊമിറ്റ് ചെയ്യും. നിങ്ങൾ എന്ത് വൃത്തികേടായി പറയുന്നതെന്ന് അവൾ ചോദിക്കും. മേലായി വാക്കിയുടെ മിണ്ടിപ്പോരെന്ന് പറയും. അവർക്കത് കാണുന്ന അസ്വസ്ഥതയാണ്. ശരിക്കും ലിറ്ററലി, കള്ളൊന്നുമില്ല. അതേസമയത്ത് കൂട്ടുകാരുടെ കൂടെ അവർ ഹോട്ടലിൽ കയറിയാൽ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും കഴിക്കും, ഒരറപ്പുമില്ല. അവളുടെ കേസ് സ്റ്റഡി കൊടുത്തിരിക്കുമായിരുന്നു ആ പത്രത്തിൽ. നിങ്ങൾക്കറിയാമോ, അന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ശങ്കർദയാൽ ശർമ്മ, അദ്ദേഹം ഫിസിക്സിൻ്റെ പ്രൊഫസറാണ്. രാവിലെ മുഴുവൻ ശാസ്ത്രത്തെക്കുറിച്ചും ഭൂമി കറങ്ങുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ട് വൈകിട്ടാകുമ്പം ഒരു സ്വാമിയുടെ മുമ്പിൽ പോയി കമന്നം കിടക്കും. അവിടെ അതാണ് ശരി, ഫിസിക്സ് ക്ലാസ്സിൽ ഇതാണ് ശരി, ചായ കുടിക്കാൻ പോകുമ്പോൾ അതാണ് ശരി, ഇതിലേതാണ് ശരി ഒന്നും അറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ട്രൂത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വരാനൊരു ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും മാറാത്ത നിതാന്ത സത്യം എന്ന് പറയുന്ന ക്രിസ്തു എന്ന സത്യം. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ആ സ്വരൂപം നമ്മുടെ ഹൃദയങ്ങളിൽ ചെറുപ്പകാലത്തെ വരച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്നവരും തരാതരം വേഷം കിട്ടുന്നവരും അന്ത്യകാലത്ത് കാണുന്ന എല്ലാ വൃത്തികേടുകളും ഉള്ളവരായിട്ട് മാറുന്ന ഒരു തലമുറയായിരിക്കും നമ്മൾ കാണുന്നത്. ഞാൻ അന്ത്യകാലത്തിൻ്റെ വെല്ലുവിളികൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. എത്ര സീരിയസ് ആയിട്ട് സഭ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യത്തിലേക്കാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന വലിയൊരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ നിഷ്പ്രഭരായി നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സഭയെ പഥ്യോപദേശത്തിൽ മക്കളെ, യൗവനക്കാരെ അഭ്യസിപ്പിക്കുവാൻ ഇവർ തന്നെ ഉത്തരവാദിത്വമെടുത്ത് അതെന്താണ് ഉപദേശം എന്ന് മനസ്സിലാക്കുവാൻ ഇവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള തലമുറ ദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്ന, പ്രത്യാശയോടെ ദുർമനസാക്ഷിയില്ലാതെ ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് നോക്കുന്ന ഒരു തലമുറ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുവാൻ, അവരെ പഥ്യോപദേശത്തിൽ ഉറപ്പിക്കുവാൻ, അവരെ വളർത്തുവാൻ കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ എന്തിനു വിളിക്കുന്നോ കർത്താവെ, ഒരു കാറ്റ് പോലെ അങ്ങയുടെ കമാൻഡ് അനുസരിച്ച് എവിടെയും ഒഴുകുവാൻ തക്കവണ്ണം ആത്മനിയന്ത്രിതമായ ഒരു സമൂഹം, കൃപാവരങ്ങളാൽ നടത്തപ്പെടുന്ന, കൃപാവരങ്ങളാൽ പ്രബോധിപ്പിക്കപ്പെടുന്ന, പരസ്പരം വളർത്തുന്ന ഒരു സമൂഹമാക്കി കർത്താവെ ഞങ്ങളുടെ സഭകളെ അവിടെ നിന്ന് മാറ്റണമേ. അങ്ങയുടെ പഥ്യോപദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങൾ പണിയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.